നാളുകളിൽ ഈ സ്റ്റേജിൽ അനേക സഹോദരങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ദൈവാനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ചു. കർത്താവിനെ രുചിച്ചറിഞ്ഞ ജീവിത സാക്ഷ്യങ്ങൾ നമ്മുടെ മുൻപിൽ പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് തൻ്റെ ജീവിത സാക്ഷ്യം നമുക്കായിട്ട് പങ്കുവെച്ച് തരുന്നത് കൽപ്പറ്റയിലുള്ള ബ്രദർ ജോസഫാണ്. അദ്ദേഹം ഒരു കോൺട്രാക്ടറായിട്ട് ജോലി ചെയ്യുന്നു. ഒപ്പം മാനന്തവാടി സിയോൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാന ശുശ്രൂഷകൾ നയിക്കുന്നു. കഴിഞ്ഞ 26 വർഷത്തോളമായി നവീകരണ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് വിവിധ ശുശ്രൂഷകൾ നയിക്കുകയും നവീകരണ ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിത സാക്ഷ്യം കേൾക്കുവാനായിട്ട് ഒരുങ്ങാം. അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ജോസഫ് സിസ്റ്റർ പറഞ്ഞല്ലോ. എൻ്റെ വീട്ടുപേര് തോട്ടുപുറം. ഞാൻ കൽപ്പറ്റ ഫാത്തിമ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് എൻ്റെ വീട്. ഞാനൊരു PWD കോൺട്രാക്ടറായിട്ടാണ് വയനാട്ടിലേക്ക് എറണാകുളത്തു നിന്നും വരുന്നത്. എനിക്ക് 3 മക്കളുണ്ട്. മൂത്ത 2 പെൺകുട്ടികൾ, അതായത് മകൻ, ഭാര്യ. ഇങ്ങനെ ഇതാണ് ഞങ്ങളെ കൊച്ചു കുടുംബം. ഞാൻ ജനിച്ചത് എറണാകുളത്താണ്. എറണാകുളം രൂപതയിൽ ചമ്പക്കര പള്ളി ഇടവക്കാരനായിട്ടാണ് ജനിച്ചുകൊള്ളുന്നത്. ഒരു സാധാരണ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് ഞാൻ ജനിച്ചുകൊള്ളുന്നത്. ഞങ്ങൾ കുടുംബത്തിൽ അപ്പൻ പ്രാർത്ഥനയുടെ കാര്യങ്ങളിൽ ഭയങ്കര കർക്കശക്കാരനായിരുന്നു. ദിവസവും പ്രാർത്ഥിക്കുന്നത് മുട്ടുകുത്തി നിന്ന് തന്നെയാണ് പ്രാർത്ഥിക്കണം. പുറകിൽ അപ്പൻ ചൂറിലായിട്ട് വടിയായിട്ട് ഇരിപ്പുണ്ടാവും, ഉറക്കം തൂങ്ങി അടിക്കാൻ. പള്ളിയിലെ കാര്യങ്ങളിൽ രാവിലെ ഉള്ള എല്ലാ കുർബാനയിലും എല്ലാവരും സംബന്ധിച്ചോളണം. ഞങ്ങളുടെ കുടുംബമാണ്. മൂത്ത ജ്യേഷ്ഠനാണ്, ജ്യേഷ്ഠൻ മരിച്ചുപോയി. ജ്യേഷ്ഠനാണ് പള്ളിയിലെ പാട്ടുകാരൻ. അപ്പോൾ എന്ന് മുതലാണ് പള്ളിയിൽ പോകാൻ തുടങ്ങിയതെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. കാരണം ഞാൻ ഓർമ്മ വെച്ചപ്പോൾ മുതൽ ചേട്ടന്മാരുടെ കൂടെ പള്ളിയിൽ പോകുന്നുണ്ട്, ചേട്ടന്മാരുടെ കൂടെ പള്ളിയിൽ പാടാനായിട്ട് കൂടാറുണ്ട്. അങ്ങനെ കടന്നു പോകുന്ന നാളുകളിൽ കുറച്ച് നാൾ ദാരിദ്ര്യമൊക്കെ ഒത്തിരി, സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ദാരിദ്ര്യമുള്ളതുകൊണ്ട് കൂടുതൽ പണം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം എപ്പോഴും കിടക്കണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ഫാമിലിയിൽ പാവപ്പെട്ട കുറച്ച് കുടുംബങ്ങളുണ്ട്. അതിൽ ഒരു കുടുംബത്തിൽപ്പെട്ടതായതുകൊണ്ട് മറ്റുള്ളവരെ പോലെ ഞങ്ങളുടെ ഫാമിലി തന്നെ ധനവാന്മാരായ ആൾക്കാരെ പോലെ ആകാനുള്ള ഒരാഗ്രഹം മനസ്സിൻ്റെ അടിയിൽ കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് അധ്വാനിച്ച് ഏത് തരത്തേനെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കണം, മറ്റുള്ളവരെ പോലെ ആകണമെന്ന ആഗ്രഹം കൂടുതൽ തൊഴിലുകൾ ചെയ്യാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ പണിക്ക് പോകാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഒരു സ്വന്തമായൊരു ഇൻഡസ്ട്രിയിൽ മൂത്ത ജ്യേഷ്ഠൻ ഇട്ട് തന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് പുരോഗതി ഉണ്ടായി. ചേട്ടൻ കോൺട്രാക്ടറായിരുന്നു, അനിയനും കോൺട്രാക്ടറാണ്. ഞങ്ങളെല്ലാവരും പരസ്പരം സഹകരിച്ച് ആലോചിച്ചാണ് ചെയ്യുന്നത്. എന്നാലും സ്വന്തമാണ് എല്ലാവരും ചെയ്യുന്നത്. അങ്ങനെ നാളുകൾ കടന്നു പോയപ്പോഴേക്കും ഒരു ലോറികളായി. പിന്നെ ഞാൻ ചേട്ടനെ പോലെ, ചേട്ടനും കോൺട്രാക്ടറായിരുന്നു, പുറകെ ഞാനും കോൺട്രാക്ടറായി. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഏതാണ്ട് ഒരു 10 കൊല്ലം കൊണ്ട് ഒരു നല്ല സാമ്പത്തിക ഉയർച്ചയിലേക്ക് എത്താൻ പറ്റി. അപ്പോഴേക്ക് ഞങ്ങൾ താമസിക്കുന്നത് ഒരു പുഴയുടെ അക്കരയിലാണ്. ഏതാണ്ടൊരു 100-300 മീറ്റർ വീതിയുള്ളൊരു പുഴയാണ്. അപ്പോൾ ഈ വർഷകാലത്തൊക്കെ പള്ളിയിൽ പോകാനും ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ വഞ്ചി വലിച്ച് കിടക്കണമെങ്കിൽ പായൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മുമ്പിൽ നിന്ന് ഒരാൾ മാറ്റിക്കൊണ്ടിരിക്കണം, പുറകിൽ ഒരാൾ വലിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഈ കഷ്ടപ്പാടാണ് എന്ന് കാണുമ്പോൾ. മാത്രമല്ല അവിടെ ഉപ്പുവെള്ളമാണ്, വെള്ളം കുടിക്കാനുള്ളത് വഞ്ചിക്ക് ദൂരെ ദേശത്തുനിന്ന് വേണം വഞ്ചി കുടങ്ങളിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പുഴയുടെ അക്കരെ പള്ളിയുടെ ഭാഗത്തായിട്ട് ഒരു സ്ഥലം മേടിച്ച് വീട് വെക്കണമെന്നുള്ളത്. ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ പൈസ ഉണ്ടാക്കി സ്ഥലം മേടിച്ച് സ്വന്തമായൊരു വീടുണ്ടാക്കി. വീടിൻ്റെ പണികൾ പൂർത്തിയാകുന്നതോടുകൂടിയായിരുന്നു എൻ്റെ വിവാഹം. കാലത്ത് വീടിൻ്റെ പെരവെഞ്ചെരുപ്പും ഉച്ചയ്ക്ക് കല്യാണമായിരുന്നു. ആ കാലത്ത് ആ പ്രദേശത്തുള്ള ഏറ്റവും നല്ലൊരു വീടും ഒരു 10-15 സെൻറ്റ് നിറച്ച് ചുറ്റും മതിലും ഒക്കെ ഉള്ള ഒത്തിരി ലേറ്റസ്റ്റ് മോഡലുള്ള ഒരു വീടായിരുന്നു എൻ്റെ വീട്. അപ്പം അങ്ങനെ ഒരു പുതിയ വീട്ടിലേക്കാണ് ഭാര്യ കല്യാണം കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ ഞാനന്നേരം കോൺട്രാക്ട് ആയിരുന്നുകൊണ്ട് ഈ കരിങ്കൽ കോറി കോൺട്രാക്ട് വർക്ക് ഒത്തിരി പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പോഴേക്കും ഈ സാഹചര്യത്തിൽ ഒരു ചുരുക്കി പറഞ്ഞാൽ എൻ്റെ അഹങ്കാരം വളരുന്നുണ്ടായിരുന്നു. കാരണം നോക്കുന്നതെല്ലാം ചെയ്യുന്നതെല്ലാം വിജയിക്കുന്നത് കൊണ്ട് എനിക്ക് പിന്നെയും കൂടുതൽ കാശ്, കല്യാണം കഴിഞ്ഞതും വൈകാതെ
വീണ്ടും കൂടുതൽ കാശുകാരനാണെന്നുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ധനമോഹം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം അങ്ങയുടെ വചനങ്ങൾ ഞാൻ അഭ്യസിച്ചുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഈ ധനമോഹം എന്നെ വയനാട്ടിലേക്ക് എത്തിക്കാനിടയായി. കാരണം അപ്പോഴേക്കും PWD ഞാൻ കോൺട്രാക്ട് ആയിരുന്നപ്പോൾ അവിടെ വർക്ക് ബില്ല് കിട്ടാനൊക്കെ താമസം വരാൻ തുടങ്ങി. ആദ്യമായിട്ട് ആ കാലത്താണ് PWD ബില്ലുകൾ ഫണ്ട് ടൈറ്റ് തുടങ്ങിയത്. അപ്പോഴേക്കും എൻ്റെ സുഹൃത്തുക്കൾ ചിലർ പറഞ്ഞ് ഇന്ത്യ പോപ്പുലേഷൻ പ്രൊജക്ട് എന്ന് പറഞ്ഞ ഒരു വേൾഡ് ബാങ്കിന്റെ സ്കീമിൽ ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട്. അത് റൂറൽ ജില്ലകളായ പാലക്കാട്, ഇടുക്കി, മലപ്പുറം, വയനാട് ഈ 4 ജില്ലകളിലായിട്ടാണ് അതിൻ്റെ വർക്കുകൾ വരുന്നത്. അവിടെ രജിസ്റ്റർ ചെയ്താൽ, ലൈസൻസ് രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ഈ വർക്ക് ഭയങ്കര ലാഭം, ഫണ്ട് റെഡി കിട്ടും. അപ്പോൾ കുഴപ്പമില്ലാതൊക്കെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഞ്ചിനീയറെ ഞാൻ കണ്ടു. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ്, താൻ കാശുകാരനാണെങ്കിൽ അവിടെ പോയി വർക്കെടുത്താലേ നല്ല സുഖമാണ്, പെട്ടെന്ന് പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ സാഹചര്യങ്ങളും ആലോചിച്ചതൊക്കെ അങ്ങോട്ട് പോകാൻ എന്നെ പ്രേരിപ്പിച്ചു. ഏതായാലും അവിടെ ടെൻഡർ ചെയ്തു. തിരുവനന്തപുരത്താണ് ടെൻഡർ ചെയ്ത് അവിടെ വർക്കെടുത്തു. മീനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയൊരു ബിൽഡിങ്ങിന്റെ വർക്കെടുത്തു. അവിടുത്തെ മെയിൻ ഹോസ്പിറ്റലിന്റെ വർക്കാണ്, പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കാൻ. വർക്കുകൾ തുടങ്ങി ആദ്യം ലാഭം ഓരോന്ന് വന്നപ്പോൾ ഞാൻ ഓർത്ത്, വെറുതെ അല്ലേ ആൾക്കാർ വയനാട്ടിലേക്ക് ചേക്കേറുന്നത്, ഇവിടെ വന്ന് വർക്കെടുത്താൽ നല്ല ലാഭമാണ്. അതാണ് ഈ മലബാർ ഭാഗത്തേക്ക് കോൺട്രാക്ടർമാർ എറണാകുളത്ത് നിന്നൊക്കെ ഇഷ്ടംപോലെ പേര് വരുന്നുണ്ട്. അപ്പൊ പൈസ ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമാണ് ഇത്. നടക്കില്ലെന്ന് തോന്നിയുകൊണ്ട് ഏതാണ്ടൊരു ഫൗണ്ടേഷൻ കഴിഞ്ഞ് കുറച്ച് മേപ്പോട്ട് വാങ്ങിയപ്പോൾ വേറെ ഒരു ടെൻഡർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വേറെ 1-2 വർക്കുകളും കൂടി ആ കൂട്ടത്തിൽ ഞാൻ വർക്കെടുത്തു. അപ്പൊ ഏതാണ്ട് അന്ന് ഒരു 25 ലക്ഷം രൂപയുടെ വർക്ക്, അതായത് ഇന്ന് പറയുകയാണെങ്കിൽ ഒരു 2 കോടിയുടെ അടുത്ത് വർക്കുണ്ടാവും. ഇത്രയും വർക്കുകളെടുത്ത് മുന്നോട്ട് നീങ്ങുമ്പോഴൊക്കെ ഞാൻ ഈ ഫണ്ടിന് കണ്ടിരുന്നത്, എനിക്ക് ബാങ്ക് ഓടി ഉണ്ടായിരുന്നു, ഫെഡറൽ ബാങ്കായിരുന്നു ഓടി. അപ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥന്മാരോട് ആലോചിച്ചിട്ടാണ് ഞാൻ ഓരോ ടെൻഡർ ചെയ്യുമ്പോഴും എന്നെ ലോൺ തരാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ടെൻഡർ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ ആലോചിച്ചപ്പോഴും അന്നുണ്ടായിരുന്ന മാനേജർ എന്നോട് പറഞ്ഞ്, ജോസഫ് ധൈര്യമായിട്ട് എടുത്തോ, ഞങ്ങൾ പൈസ തന്നോളാം. അപ്പോൾ റീജിയണൽ മാനേജർ, ഹെഡ് ഓഫീസിലെ ഫെഡറൽ ബാങ്കിന്റെ റീജിയണൽ മാനേജർ ഞാനുമായിട്ടും അടുപ്പമുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ആലോചിച്ചു, കാരണം വലിയ വർക്കുകളാണ്, അപ്പോൾ അതിന് ഫണ്ട് വേണം. അന്ന് മാനേജർക്ക് 1000 രൂപ പോലും പാസ്സാക്കാൻ ഒരു അധികാരമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് എനിക്ക് പെട്ടെന്ന് ലോണുകൾ കിട്ടും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ റീജിയണൽ മാനേജറായിട്ട് ബന്ധമുള്ളത്. അതുകൊണ്ട് അവരും പറഞ്ഞ് ഏതായാലും വർക്കെല്ലാം എടുത്ത് എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും തരാമെന്ന് പറഞ്ഞ മാനേജരും മാറിപ്പോയി, റീജിയണൽ മാനേജരും മാറിപ്പോയി. പെട്ടെന്നായിരുന്നു അവർ രണ്ടുപേരുടെയും മാറ്റം. സംഗതി പുതിയ മാനേജർ വന്നപ്പോൾ അദ്ദേഹത്തിന് ഈ കോൺട്രാക്ടർക്ക് ലോൺ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം ബാക്കിയെല്ലാം ചെക്കുകളാണ് കൊടുക്കാറില്ല, ഇത് ക്യാഷായിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വെച്ച് പുതിയതായിട്ട് പ്രൊമോഷൻ കിട്ടി വന്ന മാനേജർ അദ്ദേഹം നീട്ടി അത് ആലോചിക്കട്ടെ നോക്കട്ടെ എന്ന് അറിയില്ല, വരുന്ന ബില്ലുകൾ തടഞ്ഞു വെക്കാനും തുടങ്ങി. ഫണ്ട് ലോൺ എടുത്തത് തിരിച്ചു തരാതെ പിടിച്ചു വെക്കാനും തുടങ്ങി. ആകെ കുടുങ്ങി. അപ്പോഴേക്കും ഹല്ലേലൂയ. അപ്പൊ പിന്നെ വേറെ വഴിയില്ല, കടം കിട്ടാൻ വേണ്ടി പല വഴികളൊക്കെ ആലോചിച്ചു നോക്കി, പരിചയക്കാരെയും സേതന്മാരെയൊക്കെ അന്വേഷിച്ചു നോക്കി. പക്ഷേ ഒരാളുടെ നിന്നും പൈസ കിട്ടില്ല. അപ്പോൾ എളുപ്പം കിട്ടിയത് ബ്ലേഡിൽ നിന്നാണ്. ഒരു ചെക്ക് കൊടുത്താൽ മതി, സ്റ്റാമ്പ് പേപ്പർ പൊട്ട് കൊടുത്താൽ മതി. അങ്ങനെ വേഗം ബ്ലേഡ് കമ്പനിയിൽ നിന്ന്, ബ്ലേഡ് പാർട്ടികളിൽ നിന്നൊക്കെ പൈസ കിട്ടാൻ തുടങ്ങി. പെട്ടെന്ന് പൈസ കിട്ടാൻ തുടങ്ങി. അപ്പോൾ വേഗം വർക്കുകൾ ചെയ്യാൻ തുടങ്ങി. വർക്കുകളാണെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളായി. അപ്പോൾ ഞാൻ എറണാകുളത്ത് നിന്ന് ആഴ്ചയിൽ 3 ദിവസം 4 ദിവസം മീനങ്ങാടി വരും, തിരിച്ചു പോകും. അപ്പോൾ എറണാകുളത്ത് നിന്നുള്ള മെയിൻ പണിക്കാരെല്ലാം എറണാകുളത്തുകാരാണ്, ബാക്കി വയനാട്ടുകാരാണ്. ഈ വർക്ക് നടക്കുമ്പോഴൊക്കെ ഞാൻ ഇല്ലാത്ത ദിവസങ്ങളിൽ എൻ്റെ നാട്ടിൽ നിന്ന് വന്ന പണിക്കാരൊക്കെ കാലത്തെ വന്ന് സൈറ്റിൽ വന്ന് നോക്കി വെച്ചും മോർണിംഗ് ഷോന് പോയാണെന്നുള്ള വിവരം കിട്ടി. പണിയിട്ട് നടക്കണമില്ല. അപ്പോൾ അധികം വൈകാതെ ഞാൻ തീരുമാനിച്ച്, അപ്പോഴേക്കും ഒരു കുട്ടിയുണ്ട് എനിക്ക്, ഇനി വയനാട്ടിലേക്ക് തൽക്കാലം താമസം മാറ്റാം, ഇവിടെ വീട് പൂട്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾ വയനാട്ടിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് എറണാകുളത്ത് നിന്ന് മീനങ്ങാടിയിലേക്ക് വന്നു. അവിടെ വന്ന് താമസമാക്കി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എറണാകുളത്ത് നിന്ന് ബ്ലേഡിൽ നിന്ന് മേടിച്ചവരൊക്കെ ഞാൻ മുങ്ങി എന്നുള്ള ധാരണയിൽ പൈസക്ക് വലിക്കാൻ തുടങ്ങി. അതിനെ അന്വേഷിച്ച് വരാൻ തുടങ്ങി. ബില്ലുകൾ കിട്ടാൻ തടസ്സമായി. എല്ലാം മൊത്തത്തിൽ ബ്ലോക്കായെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ വീടിനകത്തെ കാര്യം ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അന്ന് എനിക്ക് ജീപ്പുണ്ട്, ബുള്ളറ്റ് ഉണ്ട്. പുറത്ത് ഇത് കൊണ്ടുനടക്കണതിന് ജനങ്ങളെ ഒന്ന് പിടിച്ചു നിർത്താനാണ്. കാരണം ഓടിച്ചെന്ന് ഇതൊക്കെ ആയിട്ട് ഇന്ന് ചോദിച്ചാലേ പൈസ കിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ പെട്രോൾ അടിക്കാൻ പോലും അന്നേരം ബുദ്ധിമുട്ടായി തുടങ്ങി. ഏതാണ്ട് വർക്ക് തുടങ്ങി ഒരു 3-4 കൊല്ലം കൊണ്ട് എറണാകുളത്തെ വീടും വിറ്റുപോയി, കളം കയറി. 1.5 ഏക്കർ കരിങ്കൽ കോറി ഉണ്ടായിരുന്നു, അതും വിറ്റ്, ലോറികളും വിറ്റ്,
ലാസ്റ്റ് ചുരുക്കി പറഞ്ഞ ഈ വണ്ടി മാത്രം, ജീപ്പും ബുള്ളറ്റും മാത്രം പിടിച്ചു നിർത്തിയേക്കാൻ. അരി മേടിക്കാൻ ചിലപ്പോഴെങ്കിലുമൊക്കെ പത്രം കൊണ്ടുപോയി വിറ്റിട്ട് അരി മേടിച്ച ദിവസമുണ്ട്. സ്റ്റാൻഡേർഡ് കുറയ്ക്കാതിരിക്കാൻ വേണ്ടി പത്രം വണ്ടി കൊണ്ടുപോയിട്ട് ഇറക്കിയിട്ട് ന്യൂസ് പേപ്പർ കുറേ അധികം ഉണ്ടെന്ന് പറയും. കാരണം അന്ന് അരി മേടിക്കണമെങ്കിൽ ഈ പത്രം വിറ്റ കാശ് കൊണ്ടേ മേടിക്കാൻ പറ്റുള്ളൂ. പണിക്കാർക്ക് പൈസ കൊടുക്കാൻ അവധി പറഞ്ഞപ്പോൾ അവരൊക്കെ ബഹളമായി, കുറേ പേരൊക്കെ വിട്ടുപോയി, വർക്ക് നിന്നുപോയി. ഈ സാഹചര്യത്തിൽ ആയ ടെൻഷനായി. കാരണം ഇനിയിപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. വീടിന്റെ വാതിക്കൽ ആൾക്കാർ, ബ്ലേഡുകാർ വന്ന് സമരം തുടങ്ങി, സത്യാഗ്രഹം തുടങ്ങി, ബഹളം തുടങ്ങി. ചിലപ്പോഴെങ്കിലുമൊക്കെ ഭാര്യ ഇവിടെ ആളില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ പരിചയക്കാരൻ്റെ ചെരുപ്പ് അറിയാവുന്നതുകൊണ്ട് വൈനുമ്പഴേ തന്നെ ചെരുപ്പെടുത്ത് അകത്തിടും. കാരണം അവിടെ ചെരുപ്പ് മുന്നിൽ കിടന്നിട്ട് ആളില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ആളകത്തുണ്ടെന്ന്. ചിലപ്പോൾ വീടിനകത്ത് കയറുന്ന ആൾക്കാരുണ്ട്, അത്രയും അടുപ്പമുള്ളവരുണ്ട്, പൈസ വന്ന് വായ്പ മേടിച്ചവർ. അപ്പോൾ അകത്ത് കയറുന്നവരെ വരികയാണെങ്കിൽ ജനലിൽ കൂടി ഒളിഞ്ഞു നോക്കും ആരാണെന്ന്. ഉടനെ ഞാൻ പോയി കട്ടിലിനടിയിലിരിക്കും. കട്ടിലിനടിയിൽ കിടന്ന ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കടന്നു പോയപ്പോൾ സ്വസ്ഥതയില്ലാണ്ട് ദിവസം പ്രതി ബുദ്ധിമുട്ടുകൾ കൂടി വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ സ്വസ്ഥതയില്ലാണ്ടാണ് വിൻസെൻഷൻ ഫാദർ ജോസഫ് കുറുമ്പറമ്പച്ചൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കേരളത്തിലെ പല സ്ഥലത്തും ധ്യാനിപ്പിച്ചിട്ടുള്ള അച്ഛനാണ്. പുള്ളി ആഫ്രിക്കയിലായിരുന്നു, അവിടുത്തെ വലിയ വചന പ്രൊഫഷനായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിനെ ഞാൻ കാണാൻ പോയി. കാരണം അദ്ദേഹത്തിന്റെ ധ്യാനങ്ങൾ പലരെയും ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. ഞാൻ കൂടിയിട്ടില്ല. കാരണം ഞാനൊരു മദ്യപാനിയല്ല. ഞാൻ ദിവസവും പള്ളിയിൽ പോകുന്ന ആളാണ്. ചെറുപ്പം മുതലേ പള്ളിയിൽ പോകണം. ഞാൻ വയനാട്ടിൽ വന്നിട്ട് കുർബാന മുടക്കിയാൽ ദൂരത്ത് താമസിക്കുമ്പോഴും രാവിലെ കുർബാനയ്ക്ക് പോവും. ഒരു 2 മാസം, 1 മാസം ഒരിക്കലും 3 മാസം കൂടുമ്പോഴൊക്കെ കുമ്പസാരിക്കും. ഞാൻ വല്ല പെരുന്നാളിനോ വല്ല ഒക്കേഷനിലൊക്കെ ഉദ്യോഗസ്ഥന്മാർക്ക് മേടിച്ചു കൊടുക്കുമ്പോഴേ ഞാൻ മദ്യം കഴിക്കാറില്ല. അങ്ങനെ കഴിച്ച കണക്ക് കൂട്ടിയാൽ തന്നെ ഒരു കൊല്ലത്തിലൊരു 2 കുപ്പി കൂടുതൽ എനിക്ക് ഞാൻ കുടിച്ചതും കാണില്ല. അപ്പം ഞാൻ മദ്യപാനി അല്ല എന്നൊരു ബോധ്യം എൻ്റെ മനസ്സിലുണ്ട്. ഇങ്ങനത്തെ സാഹചര്യത്തിലാണ് അച്ഛനെ കാണാൻ വേണ്ടി. അപ്പം അച്ഛൻ എൻ്റെ കഥകളെല്ലാം ഒരു അരമണിക്കൂർ നിന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് ഒരു ധ്യാനം കൂടാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ്റെ ധ്യാനം കൂടാൻ വേണ്ടി പലപ്പോഴും ഞാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടിയുള്ള ചട്ടങ്ങളൊക്കെ ഒരുക്കിയിട്ട് അപ്പോഴൊക്കെ എന്തെങ്കിലും സീരിയസ് ആയ കാര്യങ്ങൾ വരും. അച്ഛനെ ഇടവകളിലാണ് ധ്യാനിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ അച്ഛൻ പറഞ്ഞ് ഒരു പണി മഞ്ഞുമ്മൽ ധ്യാനകേന്ദ്രത്തിൽ എറണാകുളത്ത് ആലുവായ്ക്കടുത്ത് മഞ്ഞുമ്മൽ ധ്യാനകേന്ദ്രമുണ്ട്, അവിടെ പോയി ധ്യാനിപ്പിക്കും, ഞാൻ ബുക്ക് ചെയ്തോളാന്ന് പറഞ്ഞു. നിങ്ങൾ 2 പേരോട് പോയിക്കൊള്ളാൻ പറഞ്ഞു ഭാര്യ. അപ്പം ഞാൻ പറഞ്ഞ 1 വയസ്സും 3 മാസം പ്രായമുള്ള മറുപടിക്കണ കൊച്ചുണ്ട്, അപ്പോൾ കൊച്ചിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ വീട്ടിൽ വന്ന് ഭാര്യയോട് ആലോചിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു നമുക്ക് പോകാം. കാരണം നമ്മൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയാണ് നിൽക്കണം. കാരണം സ്വസ്ഥതയില്ല, അത്രയും ഒരു വശത്തുനിന്നും ഒരു സമാധാനവും സ്നേഹവും കിട്ടുന്നില്ല. അപ്പം ഈ സാഹചര്യത്തിലാണ് എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ പിടിച്ചു നിൽക്കണം, കുറച്ച് മുതൽ പോയാലും വേണ്ടില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അച്ഛൻ പറഞ്ഞതനുസരിച്ച് ധ്യാനം കൂടിയപ്പോൾ മനസ്സിലായി സംഗതി എല്ലാം പാളി നിൽക്കുകയാണ്. അതുവരെ ഞാൻ തിരിച്ച് നല്ലൊരു കോൺട്രാക്ടർ ആണെന്ന് വെച്ച് മറ്റുള്ളവരൊക്കെ 100-200 ചാക്കൊക്കെ വിൽക്കുമ്പോൾ ഞാൻ 20 ചാക്കല്ലേ വിൽക്കുന്നുള്ളൂ. അവർ 1 ടണ്ണ് കമ്പി കുറച്ചിടുമ്പോൾ ഞാനതിന് വളരെ കുറച്ച് ഒരു 10-100 കിലോ കമ്പിയല്ലേ കുറക്കുന്നുള്ളൂ എന്നൊക്കെയാണ് ധരിച്ചിരുന്നത്. പക്ഷെ ധ്യാനം കൂടിയപ്പോൾ മനസ്സിലായി 1 ചിരട്ട സിമെന്റ് എടുത്താലും 1 കഷ്ണം സിമെന്റ് കമ്പി കുറച്ചാലും അത് ദൈവസന്നിധിയിൽ ഒരുപോലെയാണെന്ന് മനസ്സിലായി. മാത്രമല്ല എനിക്ക് അനേകരോട് ക്ഷമിക്കാനും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒത്തിരി പേരോട് എനിക്ക് ക്ഷമിക്കാണ്ടായിരുന്നു, ചിലരോടൊക്കെ ഒത്തിരി പേര് മാപ്പ് ചോദിക്കാണ്ടായിരുന്നു. കാരണം ഞാനൊരു അഹങ്കാരി. കാരണം എനിക്ക് ഉള്ളിലുണ്ട്, പുറമേ എൻ്റെ വേഷവും എന്നെ കണ്ടാലും എല്ലാവരും പാവമാണെന്നേ പറയുള്ളൂ. പക്ഷെ ഉള്ളിൽ ഞാൻ ഇത്രയും കഴിവും പരിചയവും കോൺട്രാക്ടിന് മേലെ പരിചയമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ ഞാൻ അനുസരിക്കില്ല. കാരണം ചിലരോടൊക്കെ പറയും സാറ് സാറ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹം ചിലർക്കൊക്കെ എന്നോട് ഭയങ്കര വെറുപ്പുണ്ടായിട്ടുണ്ട്. ഏതായാലും അങ്ങനെ അധികം വൈകാതെ ഈ ദിവസം തന്നെ അച്ഛൻ ബുക്ക് ചെയ്ത ദിവസം തന്നെ ധ്യാനത്തിന് പോയി. കൊച്ചിനെ കൊണ്ടാതെ കൊച്ചിനെ ഭാര്യയുടെ അമ്മയുടെ അടുത്താക്കിയിട്ടാണ് ധ്യാനിക്കാൻ പോകുന്നു. ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ ആദ്യം കണ്ട അത്ഭുതം, കൊച്ചു ആ ദിവസങ്ങളിൽ കരഞ്ഞില്ല, ഞങ്ങൾ അന്വേഷിച്ചില്ലെന്നുള്ളതാണ്. പിന്നീട് ഞാൻ വന്ന ഉടനെ തന്നെ എല്ലാവരോടും പോയി ക്ഷമിക്കാനുണ്ടായി. ചില വീടുകളിൽ പോകാൻ തുടങ്ങി. പിന്നെ എൻ്റെ ചില ഉദ്യോഗസ്ഥന്മാരുടെ മാപ്പ് പറയാനുണ്ടായിരുന്നു. ഞാനും ഭാര്യയും കൂട്ടി തന്നെ അവരുടെ വീട്ടിൽ പോയി ഞാൻ പറഞ്ഞതും പെരുമാറിയതൊക്കെ തെറ്റായി പോയി എന്നൊക്കെ പറഞ്ഞ് അവരോട് മാപ്പ് പറഞ്ഞ് അവിടെ നിന്ന് നാളെ പിന്നെയും മുന്നോട്ട് പോകുമ്പോഴും അവസാനത്തെ വർക്കുകളും ക്യാൻസലായി. കാരണം സമയത്ത് തീർക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ വേൾഡ് ബാങ്കിൻ്റെ സ്കീമിലുള്ള ടൈം ബോണ്ട് പ്രോഗ്രാമിലുള്ളതായിരുന്നു. ആ വർക്ക് ചെയ്യാൻ പറ്റാതെ ക്യാൻസലായിപ്പോയി. ആ സമയത്തേക്ക് എനിക്ക് 3ാമത്തെ കുട്ടി ഗർഭിണിയായിരിക്കുകയാണ്. പിന്നെ നാട്ടിലെ വീടും അതിൻ്റെക്ക് വിൽക്കേണ്ടി വന്നു. വിറ്റ് കഴിയുമ്പോഴും എല്ലാം വിറ്റ് തീർന്നിട്ട് ലാസ്റ്റ് 3 ലക്ഷം രൂപ മേലെ കടമുണ്ട്. ലാസ്റ്റ് അപ്പം എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്ന, എനിക്ക് ലോണിന് ജാമ്യം നിന്ന 2 പാവപ്പെട്ട മനുഷ്യരുണ്ടായിരുന്നു. ആ മനുഷ്യരുടെ സ്വത്ത് ലോൺ അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ബാങ്ക് ലേലം ചെയ്യാനുള്ള സിറ്റുവേഷനിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ റിപ്ലൈ കൊടുക്കാത്തതുകൊണ്ടും പൈസ അടയ്ക്കാത്തതുകൊണ്ടും അവർ നടപടിക്രമങ്ങളിലേക്ക് നീ കോടതി കേസായി.
പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ കേസായിരിക്കുമ്പോൾ നോട്ടീസ് വന്നപ്പോൾ അപ്പോഴേക്കും ഇതിനിടയ്ക്ക് ഞാൻ 2-3 ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ടായിരുന്നു. ഞാനും ഭാര്യ ഒന്നിച്ചാൽ മതി ഞങ്ങൾ ധ്യാനിക്കാൻ പോകാറുള്ളത്. അപ്പോൾ ഈ ധ്യാനം കഴിഞ്ഞപ്പോൾ മുതൽ ഞങ്ങളുടെ പ്രാർത്ഥനാ രീതികളൊക്കെ മാറി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യത്തെ ധ്യാനത്തിൽ നിന്ന് തീരുമാനമെടുത്ത് എൻ്റെ ജീവിതത്തിൽ മരിക്കും വരെ ഞാൻ ഇനി ലഹരി എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കില്ല. രണ്ടാമത് ഞാൻ തീരുമാനമെടുത്ത് ഇനിയുള്ള ജീവിതം ഞാൻ ഈശോയ്ക്ക് വേണ്ടിയാണ്, എൻ്റെ എല്ലാ തൊഴിലുകളും ഈശോയ്ക്ക് വേണ്ടി ആയിരിക്കും എന്നുള്ളൊരു തീരുമാനമെടുത്തു. ഇങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുമ്പോഴാണ് പിന്നെ കുട്ടി ഉണ്ടാകുന്നതും. കുട്ടി ഉണ്ടായപ്പോഴേക്കും ലാസ്റ്റ് ഉണ്ടായ വർക്കും ക്യാൻസലായി. ലാസ്റ്റ് ഒന്നുമില്ല, വർക്കുകളെല്ലാം തീർന്നു കിട്ടും. വർക്ക് ടെർമിനേറ്റ് ചെയ്ത് ബാക്കി കിട്ടാനുള്ള പൈസയ്ക്ക് ഒരു വഴിയുമില്ല. അങ്ങനെ ആ നാളിൽ ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനം എന്ന് പറഞ്ഞത് ഒന്നുമില്ലാതെ കൂലിപ്പണിക്ക് പോകണ ഒരവസ്ഥയിലേക്ക് എത്തി. ഭാര്യ പ്രസവിച്ച് കിടക്കുമ്പോഴേക്കും എൻ്റെ മൂത്ത ചേച്ചിയാണ് എറണാകുളത്ത് നിന്ന് നോക്കാനായിട്ട് വന്നത്. 35ാമത്തെ ദിവസം ഇപ്പോഴും മറക്കാറില്ല. കാരണം തലേന്ന് സത്യം പറയാൻ പാടില്ല എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് നേരത്തെ 1000-ങ്ങളും 10,000-ങ്ങളും കടന്നിരുന്ന കടക്കാർ 500 രൂപ കടവായപ്പോൾ പലചരക്ക് സാധനം ഭക്ഷണ സാധനം മേടിക്കണ കടക്കാർ പറഞ്ഞ് പിന്നെ ഇനി തരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. കാരണം ഞാൻ അയാളോട് പറഞ്ഞ് പൈസ വേണമെന്നപ്പോൾ ഞാൻ പറഞ്ഞു പൈസ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, പൈസ ബില്ലുകൾ ഒക്കെ പെൻഡിങ്ങിലാണെന്ന് പറഞ്ഞ്. കാരണം ക്ലോസ് ആയിട്ടില്ല, നടപടിക്രമം വരുമ്പോൾ എല്ലാം ക്യാൻസലായി പോകുമെന്ന് എനിക്കറിയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഇനി തരാൻ പറ്റില്ലെന്ന്. അപ്പോൾ അത് കൊടുത്ത് ഒരാഴ്ചയിലേക്കുള്ള സാധനം മേടിച്ച് കൊടുത്ത് തരുള്ളൂ. ആ ഒരാഴ്ചത്തേക്ക് സാധനം തന്നു കഴിഞ്ഞ് അത് ഭക്ഷണം കഴിക്കുമ്പോൾ രാത്രി ഞാൻ ചേച്ചിയോട് പറഞ്ഞ് ഇനി ഇത് തീരുമ്പോൾ നമ്മൾ പട്ടിണിയിലാവും എന്ന് പറഞ്ഞു. അപ്പോൾ തീരുന്ന ദിവസം ചേച്ചി പറഞ്ഞു നാളെ രാവിലേക്ക് നമുക്ക് ഭക്ഷണത്തിനുള്ള കാര്യങ്ങളുള്ളൂ, ഉച്ചയ്ക്ക് ചോറിനുള്ളതും കൂടി ഉണ്ട്, പിന്നെ ഉള്ള ഒന്നുമില്ല, ചായപ്പൊടിയില്ല, പഞ്ചസാരയില്ല, ഒന്നുമില്ല, എന്ത് ചെയ്യുമെന്ന് എൻ്റെ ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഇതുവരെയും വന്നിട്ട് ഒരു കാര്യത്തിന് ദൈവം മുടക്ക് വരുത്തിയില്ലല്ലോ, നാളത്തെ കാര്യം കർത്താവ് തരുമെന്ന് പറഞ്ഞു. കാരണം ഞാൻ രാവിലെ കട്ടിലേക്ക് കിടന്നുകൊണ്ട് ഇങ്ങനെ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോടാണ് ഒരു 100 രൂപ വായ്പ മേടിക്കുക. അന്നൊരു 150 രൂപ സാധനം ഉണ്ടെങ്കിൽ ഞങ്ങൾ ദിവസവും കഴിഞ്ഞു പോകും. കാരണം കൂടുതൽ ഗോതമ്പാണ് കഴിക്കണം. കാരണം 2 രൂപയ്ക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടും, 25 പൈസ പൊടിക്കാനും. ഇപ്പോൾ കൂടുതൽ രാവിലെയും വൈകുന്നേരവും ഗോതമ്പിൻ്റെ പുട്ട്, ചപ്പാത്തി ഇതാണ് കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ കുറഞ്ഞ സാധനങ്ങൾ പൈസ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ ഇങ്ങനെ 100 രൂപ ആരുടെ വായ്പ മേടിക്കണം, മേടിച്ചാൽ എന്തെങ്കിലും തരാമെന്ന് പറയാൻ ഒരു ഡേറ്റ് കാണാനും പറ്റില്ല എന്നിങ്ങനെ വിചാരിച്ചിട്ട് കിടക്കുമ്പോഴാണ് ഒരു കോളിംഗ് ബെൽ അടിക്കണം. കോളിംഗ് ബെൽ അടിക്കുമ്പോൾ പെട്ടെന്ന് കൊടുക്കാനുള്ളവരായിരിക്കും വന്നത് ഭയന്ന് ജനലിൽ നോക്കുമ്പോൾ ഓട്ടോക്കൂടി വാതിൽ നോക്കുമ്പോഴേക്കും ഒരു തൊട്ടടുത്ത ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന, വാടകയ്ക്ക് നമ്മളൊരു ക്വാർട്ടേഴ്സിലാണ് താമസിക്കണം, അവിടെ ഉള്ളൊരു വില്ലേജ് ഓഫീസറാണ്. അദ്ദേഹം ഒരു ബക്കറ്റ് നിറച്ച് അരിയായിട്ട് ഒന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വാതിൽ തുറന്ന് ഞാൻ ഉടനെ അദ്ദേഹത്തിനോട് ചോദിച്ച് സാറേ എന്താണെന്ന് ചോദിച്ച് ഇത് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ വെച്ചേക്കാന്ന് പറഞ്ഞു. അതല്ല ഉപയോഗിക്കാൻ തന്നാണെന്ന് പറഞ്ഞു. അതിനകത്ത് കുറച്ച് 1-2 വെള്ള പച്ചക്കായുണ്ട്, ചേനയുണ്ട്, കുറച്ച് ഇഞ്ചിയുണ്ട്, ഇതൊക്കെ ആയിട്ടൊരു 20 കിലോ കൊള്ളുന്ന ഒരു ബക്കറ്റിലാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ശരി അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇത് കർത്താവ് കൊണ്ടുവന്നാണ്. ഞാനത് മേടിച്ചിട്ട് പറഞ്ഞ് താങ്ക് യു സാർ എന്ന് പറഞ്ഞ് ഉടനെ ചേച്ചി പുറകിൽ നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞു ഇതാ കർത്താവ് രാവിലെ ഉച്ച കഴിഞ്ഞുള്ള ഭക്ഷണത്തിനുള്ള സാധനമായിട്ട് കർത്താവ് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴേക്കും വലിയ അത്ഭുതങ്ങളാണ് പിന്നെ കാണുന്നത്. ഞാൻ എല്ലാം പൊളിഞ്ഞ് ലാസ്റ്റ് ഫാത്തിമാതാ ഹോസ്പിറ്റലിലെത്തി. ഫാത്തിമ ഹോസ്പിറ്റലിൽ ജോലി, അവിടെ 1000 രൂപ ശമ്പളത്തിനാണ് ജോലി ചെയ്യുന്നത്. അപ്പോഴേക്കും 2-3 കൊല്ലങ്ങൾ പിന്നെയും കടന്നുപോയി. അവിടെ 1000 രൂപ ശമ്പളത്തിന് ജോലി ചെയ്യുമ്പോൾ 400 രൂപ വാടകയ്ക്ക് വീടെടുത്തിട്ട് നാട്ടിൽ നിന്ന് ഒന്നുമ്പറ്റേക്കും ആ നാളുകളിലേക്ക് കുറച്ചു കാലം ബുദ്ധിമുട്ടുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഭാര്യ വീട്ടിലായിരുന്നു. ഏതാണ്ട് 1.25 കൊല്ലത്തോളം ഭാര്യ വീട്ടിലായിരുന്നു. അപ്പോൾ വീട് കിട്ടി ഒരു 1000 രൂപ ശമ്പളത്തിന് അവിടെ നിൽക്കുമ്പോൾ 400 രൂപ വാടകയും കൊടുക്കണം, 600 കൊണ്ട് ഭക്ഷണവും കഴിക്കണം. ഞങ്ങൾ 5 പേരുണ്ട്. അങ്ങനെ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അവിടെ ഞാൻ ഹോസ്പിറ്റലിൽ പഠിക്കുമ്പോൾ അവിടെ കൽപ്പറ്റയിലെ ഫാത്തിമദ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ സെബാസ്റ്റ്യൻ ഉണ്ട്. അദ്ദേഹം എന്നോട് എപ്പോഴും പറയും ജോസഫ് ഇവിടെ നിന്നാൽ ഈ ശമ്പളം കൊണ്ട് പിള്ളേരെ വളർത്താനും കടം വീട്ടാനും ഒന്നും പറ്റൂല. കാരണം അദ്ദേഹം പറയാൻ കാരണം ഈ ഇളയ 3ാമത്തെ കുട്ടി ഉണ്ടായപ്പോൾ ഈ കടക്കാർ വന്ന് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുമ്പോൾ കേസ് തുടങ്ങി കോടതിയിൽ പൈസ അടക്കാനുള്ളതിൻ്റെ. അപ്പോൾ ഞാനും ഭാര്യയും കൂടി തീരുമാനമെടുത്ത് കിഡ്നി വിറ്റിട്ട്, അന്നേരം ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ അത്യാവശ്യം എൻ്റെ കടം വീട്ടാനുള്ള ബാങ്ക് ലോൺ തീർക്കാനുള്ള, വേറെ കടം തരില്ല, ആ കടം തീരാനുള്ള പൈസ കിട്ടുമെന്ന് പറഞ്ഞു കിഡ്നി വിറ്റാൽ. അപ്പോൾ ഡോക്ടറോട് അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കാൻ വേണ്ടി ഞാനും ഭാര്യയും കൂടി 4 മാസമുള്ള കൊച്ചിനെ എടുത്തുകൊണ്ടാണ് ഡോക്ടറുടെ വീട്ടിൽ രാത്രി ചെല്ലുന്നത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഞാൻ മീനങ്ങാടി നിന്നും കൽപ്പറ്റയിലേക്ക് ആ കാലത്ത് പ്രാർത്ഥനയ്ക്ക് വരുമായിരുന്നു. എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച 1 മണിക്കൂറത്തെ പ്രാർത്ഥനയ്ക്ക് 5 മണിക്ക് വരും. വൈകുന്നേരം 7 മണിക്കാണ് പ്രാർത്ഥന തുടങ്ങുന്നത്. അപ്പോൾ 5 മണിക്ക് പോന്നാലേ ബസ് കിട്ടി അവിടെ എത്തുള്ളൂ. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ 10 മണിയാവും.
അങ്ങനെ സ്ഥിരം വന്നിട്ട് ഡോക്ടറെ ഞങ്ങൾ പരിചയമായിരുന്നു. അപ്പോൾ ഡോക്ടറെ വീട്ടിൽ പോയി കാര്യം സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് കിഡ്നി കൊടുക്കുന്നതിന് കുഴപ്പമില്ല, ഒരു കിഡ്നിയുള്ള പല രൂപ നിവിച്ചിരിപ്പുണ്ട്. അപ്പോൾ എന്നിട്ട് കാറ് കാണിച്ചിട്ട് അദ്ദേഹത്തിന് എൻ്റെ വീട്ടിൽ കിടന്ന കാറ് കാണിച്ചിട്ട് പറഞ്ഞ് ഈ കാറിന് 5 ടയറുണ്ട്, 4 വീലയിലും 1 സ്റ്റെപ്പിനുമാണ്. സ്റ്റെപ്പിനി ഇല്ലാണ്ട് ഞാൻ യാത്ര പോകുമ്പോൾ ടയറ് പഞ്ചറായാൽ വണ്ടി വഴിയിലാണെന്ന് പറഞ്ഞു. ഇത് ഇത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും 25 കൊല്ലം മുമ്പ് പറഞ്ഞതാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. കാരണം അന്ന് അത്രയും ട്രാജഡി ആയ ഒരു അവസ്ഥയിലൂടെ കടന്നു പോണത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോന്നു. അപ്പൊ അദ്ദേഹം അതുകൊണ്ടാണ് മനസ്സിലുണ്ടായിരുന്നത് ഈ മനുഷ്യനെ വീണ്ടും ഒരു കോൺട്രാക്ടർ ആക്കണമെന്ന്. അപ്പൊ എന്റെ ഉള്ളിലുള്ള ദൈവമേ, കോൺട്രാക്ട് കൊണ്ടാണ് ഇങ്ങനെ പൊളിഞ്ഞ് പാപ്പരയായി സർവ്വ സ്വത്തും വെറ്റ് ലാസ്റ്റ് ഒന്നുമില്ലാത്ത അവസ്ഥ നിൽക്കുന്നത്. ഇപ്പൊ ഫാത്തിമാതാ ഹോസ്പിറ്റലിൽ 1000 രൂപ ശമ്പളത്തിൽ ഞാൻ തൃപ്തനാണ്. കാരണം അതിന് 10 കൊല്ലം മുമ്പ് ഡെയിലി 1000 രൂപ ലാഭ വരുമാനം ഉണ്ടായപ്പോൾ ഞാൻ തൃപ്തനല്ലായിരുന്നു. അങ്ങനെ ഞാൻ വയനാട്ടിൽ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ധനമോഹമാണ് എല്ലാ തിന്മയുടെ അടിസ്ഥാന കാരണം എന്ന് 1 തിമോത്തി 6:10 പറയാം. ധനമോഹമാണ് എല്ലാ തിന്മയുടെ അടിസ്ഥാന കാരണമെന്ന്. അങ്ങനെ ഈ സാഹചര്യത്തിലാണ് ഈ ഫാത്തിമ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർ തന്നെ നിർബന്ധിക്കാൻ ലൈസൻസ്. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് എത്ര രൂപ ചെലവ് വരുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ് 10,20,000 രൂപ, കാരണം 17,500 രൂപ കെട്ടിവെക്കണം, 2,500 ട്രഷറി അടക്കണം, അങ്ങനെ എല്ലാം കൂടി 20 രൂപ വരുമെന്ന് പറയാനുണ്ടായി. ഒരു ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞ് പേപ്പർ ശരി. അപ്പൊ ഞാൻ പറഞ്ഞ് തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഇൻകം ടാക്സിന്റെ പേപ്പർ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാനുണ്ട്. അപ്പൊ പേപ്പർ ശരിയായിട്ടുള്ള ഇടക്കിടയ്ക്ക് പറയാം, കാരണം അദ്ദേഹത്തിന് ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഞാൻ കടലാസ് ലെറ്റർ എഴുതി ആ പേപ്പർ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടി വന്നപ്പോൾ പിറ്റേന്ന് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഒരു ആഴ്ച 2-3 പ്രാവശ്യം കാണും. പേപ്പർ ശരിയായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരിയായി, നാളെ OP കഴിയുമ്പോൾ കാണണമെന്ന് പറഞ്ഞു. OP കഴിയുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് ചെന്നു. 1 മണിയായി. അത് 91 മെയ് 15-ാം തീയതിയാണ്. ഇത് ഞാൻ ഇത്ര കൃത്യം ഡേറ്റ് പറഞ്ഞത് എന്താ വെച്ചാൽ യോഹന്നാസ്ലീഹ സുവിശേഷം എഴുതുന്നത് AD 95-ലാണ്. അവസാനത്തെ സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. ഇപ്പൊ തോമാസ്ലീഹ കർത്താവിനെ കണ്ടെത്തിയ സമയം സുവിശേഷത്തിൽ പറയുന്നുണ്ട് അത് 10-ാം മണിക്കൂറായിരുന്നു. ഈ AD 95 എഴുതുമ്പോൾ കർത്താവിനെ കണ്ട സമയങ്ങൾ ഓർക്കണ്ട. എന്റെ ജീവിതത്തിലെ കുറെ 10-ാം മണിക്കൂറുകളുണ്ട്. കർത്താവ് ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിച്ച 10-ാം മണിക്കൂറുകളുണ്ട് ഇഷ്ടം പോലെ. അതെല്ലാം എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കാറില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞ് ചെന്നപ്പോൾ പുള്ളി വേഗം നേഴ്സിനെ പുറത്താക്കി കുറ്റിയിട്ടിട്ട് 2 100ന്റെ കെട്ടെടുത്താണ്ട് പറഞ്ഞ് ഇനി വേഗം ലൈസൻസ് എടുത്ത് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ പൈസ കിട്ടി തന്നപ്പോൾ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, എൻ്റെ ഇന്ന് പൈസ തീർന്നുകൊണ്ട് ഞാൻ ബാങ്കിൽ കൊണ്ടിട്ടു. അത് അടുത്ത ദിവസം എൻ്റെ ഭാര്യ വീട് കാലടിയിൽ അവിടെ വീട് തറ കെട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് കട്ടള വിൽപ്പനയായിട്ട് എന്നോട് ചെല്ലണമെന്ന് പറഞ്ഞ് ചെന്ന സമയത്ത് അളിയൻ പറഞ്ഞു നമുക്കൊരു അളിയ ഇവിടെ ഒരു സ്ഥലം കൊടുക്കാനുണ്ട് ഈ നെടുമ്പാശ്ശേരി സ്ഥലത്ത്, ഹൈവേയുടെ സൈഡിലാണ്, ഒരു ചെറിയ പൈസക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ എത്ര ഒരു 1,500. ഞാൻ പറഞ്ഞ് 5 കൊല്ലം മുമ്പ് ഉള്ളിൽ വയൽ പോലും 2,000 രൂപ കിട്ടാനല്ല, പിന്നെ എന്തായി പറഞ്ഞെന്ന് ചോദിച്ചു. ഞാനത് ഒഴിവാക്കി. പിറ്റേ ദിവസം അങ്ങനെ ശല്യം കൂടിയപ്പോൾ ഞാൻ പോയി അവനെ പോയിട്ട് ഒഴിവാക്കാന്ന് പറഞ്ഞ് പോയതാണ്. അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നി ലൈസൻസ് എടുക്കാൻ പൈസ കെട്ടിവെക്കണമെന്നില്ല, സ്ഥലത്തിന്റെ ഈട് മതി. അപ്പൊ സ്ഥലം മേടിച്ചാൽ സ്ഥലത്തിന്റെ ഈട്. അന്ന് എനിക്ക് സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് കെട്ടിവെക്കണെ കുറിച്ച് ചിന്തിച്ചത്. അപ്പൊ സ്ഥലം മേടിച്ചാൽ ഇപ്പൊ പെട്ടെന്ന് എനിക്ക് തോന്നി ഈ പൈസ കൊണ്ട് കറക്റ്റാണ് 20,000 രൂപ തന്നാലും സ്ഥലം മേടിക്കാനുള്ള പൈസയുണ്ട്, ഒരു 2,000 രൂപ ഉണ്ടെങ്കിൽ ഫുൾ കൃത്യമായ സത്യസന്ധമായ രജിസ്റ്റർ ചെയ്യാനുള്ള പൈസയുണ്ട്. 2,000 രൂപ അപ്പോഴേക്കും വായ്പ മേടിച്ച് ഈ രജിസ്റ്റർ ചെയ്തു, പൈസ സ്ഥലം മേടിച്ചു. അത് ഉടനെ ഞാൻ ലൈസൻസ് എടുത്തു. ലൈസൻസ് എടുത്ത് ഫസ്റ്റ് വർക്ക് എടുക്കാനായിട്ട് എനിക്ക് പൈസ ഒന്നുമില്ല. അപ്പൊ അദ്ദേഹം എന്നെ പിന്നെ സഹായിച്ചോളാന്ന് പറയണ്ടായിരുന്നു. അപ്പൊ വർക്ക് എടുക്കുമ്പോൾ ഞാൻ അന്ന് എൻ്റെ ഈ ഫാത്തിമയിൽ ജോലി കിട്ടുന്ന പൈസ മാത്രമാണ്. അദ്ദേഹത്തേക്ക് 1,500 രൂപ ശമ്പളമായിട്ടുണ്ട്. 150 രൂപയ്ക്ക് പഴയ ഇരുമ്പ് കടയിൽ നിന്ന് തേഞ്ഞ കൈക്കോട്ടും ഒരു തേഞ്ഞ പിക്കാസും കൊണ്ട് ഒരു വർക്ക് എടുത്ത ശേഷം അത് ടെൻഡർ ചെയ്ത് വർക്ക് എടുത്തിട്ട് കൽപ്പറ്റ ടൗണിന്റെ അടുത്തുള്ള ഒരു റോഡ് വർക്കാണ്, ടാറിംഗ് വർക്കാണ്. അവിടെ നിന്ന് കൈവിരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഈ വർക്ക് ആരംഭിക്കുന്നത്. രണ്ടാമത് ഒരു 7 കൊല്ലത്തിന് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ കോൺട്രാക്ട് ലൈസൻസ് എടുത്ത് വർക്ക് തുടങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിനുശേഷം എല്ലാ വർക്കുകളും എവിടെ വെച്ച് ആരംഭിക്കുമ്പോഴും ഇന്നും ഞാൻ സിവിൽ കോൺട്രാക്ടർ, ഞാൻ PWD കോൺട്രാക്ടർ ആയിരുന്നത് ഞാൻ വിട്ടു. ഇപ്പോൾ 6 കൊല്ലമായിട്ട് പ്രൈവറ്റ് വർക്കാണ്. ഇന്നും ഓരോ പ്രധാനപ്പെട്ട പോർഷനിലും തറകല്ലിടുമ്പോൾ വാർക്കുമ്പോൾ ഒക്കെ കൈവിരിച്ച് പിടിച്ച് ഉറക്കനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഏത് ജാതിക്കാരന്റെ വർക്കാണെങ്കിലും ഞാൻ ചെയ്യാറുള്ളത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ അങ്ങനെ വർക്ക് ആരംഭിച്ചു. ആ 150 രൂപ പഴയ തേങ്ങ കൈക്കോട്ടും പിക്കാസും ഒരു കൊട്ട വെച്ചുകൊണ്ടാണ് പണി തുടങ്ങിയത്. ഇന്ന് നോക്കുമ്പോൾ ദൈവത്തിന് എങ്ങനെ നന്ദി പറയുന്നില്ല. ആ സ്ഥലം പിന്നീട് ലോൺ എടുക്കാൻ വേണ്ടി ഈ വർക്കിന് വേറൊരു വർക്ക് എടുത്തപ്പോൾ ലോൺ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അറിയണം ഇതൊരു ചതിയായിരുന്നു. ഈ സ്ഥലം നെടുമ്പാശ്ശേരിയിലെ സ്ഥലം. കാരണം ക്രിസ്ത്യൻ പിന്തുടർച്ച അവകാശ പ്രകാരം അന്നത്തെ നിയമം അനുസരിച്ച് അത് കൈമാറ്റം ചെയ്യണമെങ്കിൽ കോടതിയിൽ പ്രൊബേറ്റ് ചെയ്യുന്ന നിയമമുണ്ട്. തലമുറകളായിട്ട് അത് എല്ലാവരും വന്ന് കോടതിയിൽ ഒപ്പിട്ട് ക്ലിയർ ചെയ്യണം. അപ്പൊ അതിന് സാധിക്കാത്തത് കൊണ്ട്
ഈ സ്ഥലം ആൾക്കാർ കിട്ടിയവർ കൈമറിച്ച് ഞാനിങ്ങനെ കുടിയുടെ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുമ്പോഴാണ് മാസം 2 ആഴ്ച 4 മാസം ഗ്യാപ്പിൽ ഇഷ്ടംപോലെ ആൾക്കാർ കൈമറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡിമാൻഡുള്ള സ്ഥലമാണോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ലോൺ ചെന്നപ്പോൾ അറിയണത് ഇതിന് ലോൺ കിട്ടൂല, ഇങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടെന്ന് ഈ സ്ഥലത്തിന്. പക്ഷെ ഞാൻ വിചാരിച്ച കർത്താവ് എന്നോട് അന്ന് കൃത്യമായി പറഞ്ഞിട്ടും ഞാൻ സത്യസന്ധമായി രജിസ്റ്റർ ചെയ്തിട്ടുമാണ് ഈ സ്ഥലം വാങ്ങിച്ചിട്ടുള്ളത്. കർത്താവിനൊരു പദ്ധതി ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ എന്തായാലും അതിൽ അസ്വസ്ഥല്ല. ഇതുമേലെ ഞാൻ ലൈസൻസ് എടുത്ത് വർക്ക് എടുത്തല്ലോ, അതൊരു മെച്ചമാണെന്ന് എനിക്ക് തോന്നി. അത്രയെങ്കിലും ഉണ്ടല്ലോ, അത് മതി എന്ന് ഓർത്തു. പക്ഷേ നാളുകൾ കഴിഞ്ഞപ്പോഴാണ് ഈ സഭ, കത്തോലിക്ക സഭ ഈ നിയമം മാറാൻ വേണ്ടി പാർലമെന്റിൽ അപേക്ഷ കൊടുത്ത്, ഈ നിയമം കൊല്ലങ്ങൾക്ക് മുമ്പേ സഭ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും നമുക്കറിയില്ല. ഇത് KR നാരായണൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മുൻകാല പ്രാബല്യത്തോടെ ഈ നിയമം വേണ്ട എന്നൊരു, ഈ നിയമം പ്രൊവൈഡ് ചെയ്യേണ്ടെന്ന നിയമം വന്നു. അപ്പോൾ ഈ ചതി എനിക്ക് അനുഗ്രഹമായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നെടുമ്പാശ്ശേരി എന്ന സ്ഥലം, അന്ന് വിമാനത്താവളം വന്നിട്ടില്ല. ഇന്ന് വിമാനത്താവളത്തിന്റെ അടുത്ത് ഹൈവേയുടെ സൈഡിലാണ് സ്ഥലം, ഒരു കരവയലാണ്. പക്ഷേ എന്നാൽ തന്നെ ഇന്ന് നോക്കിയാൽ ഈ 12 സെന്റ് സ്ഥലത്തിന് 1 കോടിയുടെ അടുത്ത് വില കാണും. പ്രൈസ് ദി ലോർഡ്. പിന്നീട് പിന്നെ സ്ഥലം വയനാട്ടിലാണ് താമസിക്കണം. അവിടെ സ്ഥലങ്ങൾ വാടകയ്ക്കാണ്, 10-15 വർഷമായിട്ട് വാടകയ്ക്കാണ്. ഭാര്യയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു വീടും സ്വന്തമായിട്ട് സ്ഥലമാണ്. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്ഥലം മാറി താമസിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് വാടക കൊടുക്കാൻ ദൈവം തന്നാൽ പോരെ, നമുക്കിങ്ങനെ ഇഷ്ടംപോലെ സ്ഥലത്ത് ഇഷ്ടമുള്ളത് മാറി താമസിക്കാമല്ലോ. എന്നാലും സഭയായിട്ട് പെണ്ണുങ്ങൾക്ക് സ്വന്തം ഒരു വീടുണ്ടാവുന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഭാര്യയും ഞാനും കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അധികം ദിവസം വൈകാതെ ഒരു ദിവസം 97 ഫെബ്രുവരി 2-ാം തീയതി മാതാവിൻ്റെ ഒരു നാളിൻ്റെ ദിവസം ഹോസ്പിറ്റലിൽ ഞാൻ പള്ളി കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് കുറച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് വന്നിട്ട് ഒരു സ്ഥലം കൊടുക്കാണ്ട് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഫാത്തിമ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, വീട്ടിൽ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അവനെ വിളിച്ചുകൊണ്ട് പോയി കാണിച്ച് ഒരു 18 സെന്റ് സ്ഥലം, മണ്ണ് ഫില്ല് ചെയ്യാവുന്നൊരു സ്ഥലമാണ്, വീട് വെക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം. അപ്പോൾ അത് പറഞ്ഞപ്പോൾ 2 ലക്ഷം രൂപ വരും. അപ്പം ഞാനത് പറഞ്ഞു, ഇത് ഇപ്പം എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലോ, സാരമില്ല, അത് പൈസ ശരിയാക്കി തരാം, എന്ന് പറഞ്ഞാൽ സമയം തരാം എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ആ സ്ഥലം വാങ്ങിച്ചു. സ്ഥലം വാങ്ങിച്ചു കഴിയുമ്പോൾ അത് ശരിക്കുള്ള ഒരു വഴി അങ്ങോട്ടില്ല, എങ്കിലും നടവഴിയുണ്ട്, വണ്ടികൾ കഷ്ടി പോലെ. പക്ഷേ അങ്ങോട്ട് പറമ്പിലേക്ക് എത്താൻ ഒരു മുരുക്ക് നിൽപ്പുണ്ട്, ഒരു തടസ്സമുണ്ട്. അത് ഈ സ്ഥലം മേടിക്കുമ്പോൾ എന്നെ പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയുടെ പറമ്പിൽ കൂടിയാണ് പോകേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞാൽ ഈ ഒരു മുരുക്ക് മാറി കിട്ടും, ഒരു 6 ഇഞ്ച് മാറിയാൽ ഒരു ട്രാക്ടർ കടന്നു പോകും. എനിക്കപ്പോഴത്തേക്കും ട്രാക്ടറൊക്കെ ആയി, ആ സമയത്തേക്കും ട്രാക്ടർ സ്വന്തമായിട്ടുള്ള സമയം. അപ്പം ഈ മുരുക്ക് മാറ്റിയാൽ കടന്നു പോകുന്ന ഒരു സാധനോട് ഞാൻ സ്ഥലം മേടിച്ച ഉടനെ അദ്ദേഹത്തിനോട് ഈ ഇത്തിരി മണ്ണ് എനിക്ക് കോൺട്രാക്ട് കൊടുക്കാൻ എവിടെയെങ്കിലും മണ്ണ് മാറ്റാൻ കിട്ടും, അപ്പോൾ പൈസ കൊടുക്കാണ്ട് മണ്ണ് പറമ്പിലേക്ക് വരും, ഇങ്ങോട്ട് മാറ്റാനുള്ള പൈസയൊക്കെ ഇങ്ങോട്ട് കിട്ടും, അപ്പോൾ അത് നമുക്ക് നമ്മുടെ സ്വന്തം പറമ്പിൽ കൂടെ ഇടുകയും ചെയ്യാം. അങ്ങനെ ഓർത്ത് ഈ മുരുക്ക് മാറ്റണ കാര്യം ആ വ്യക്തിയോട് പോയി സംസാരിച്ചപ്പോൾ പറഞ്ഞു, അത് ബുദ്ധിമുട്ടാണ്, അതിലൂടെ വഴി തരാൻ, മുരുക്ക് മുറിക്കാൻ എന്തായാലും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തൊരു 100 രൂപ, അന്നൊരു 100-200 രൂപയുള്ള ആ മുരുക്കിന് വില വരുള്ളൂ. അതിർത്തിയിൽ ലൈനായിട്ട് മുരുക്ക് നിൽപ്പുണ്ട്, അതിർത്തിക്ക് വെറുതെ വെച്ചാൽ വരണമുള്ളത്. ഈ ഞാൻ പറഞ്ഞ ആവശ്യപ്പെടുന്ന മുരുക്ക് എൻ്റെ വണ്ണമുണ്ട്, അധികം ശിഖരങ്ങളൊന്നുമില്ല, കൂടിയാൽ വിലയിടുകയാണെങ്കിൽ ഒരു 100-150 രൂപയെ വരുള്ളൂ. ഏതായാലും പുള്ളി അങ്ങനെ പെട്ടെന്ന് വിഷമം പറഞ്ഞപ്പോൾ എനിക്ക് പ്രശ്നം തോന്നി. ഞാനന്ന് വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച അയാളോട് ആ വ്യക്തിയോടുള്ള വിഷമം പ്രാർത്ഥിച്ച് മാറ്റിക്കളഞ്ഞ് ഞാൻ കർത്താവ് അറിയാതെ എൻ്റെ ഒന്നും സംഭവിക്കില്ല. കർത്താവ് തിരുവനന്തപുരം പ്രാരംഭ റോമായ 8:27 പറയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ പദ്ധതിയനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി മാറ്റുമെന്ന്. ഈ വിശ്വാസവും വചനവും സത്യമായിട്ട് നിറവേറുന്ന ബോധ്യമുള്ളതുകൊണ്ട് ഞാനത് കാത്തിരുന്നു. കാരണം ഇതിലെന്തോ ഒരു ദൈവ പദ്ധതി ഉണ്ടെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ 3-4 മാസങ്ങൾ കടന്നുപോയി. ഞാൻ BSNL കോൺട്രാക്ടറും കൂടി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തൊരു 300 മീറ്റർ അപ്പുറത്ത് BSNL ക്വാർട്ടേഴ്സ് ഉണ്ട്. അവിടെ ഏതാണ്ട് ഈ ബിൽഡിങ്ങിനേക്കാൾ പൊക്കമുള്ള മണ്ണ് കട്ടിങ്ങിൻ്റെ സൈഡിൽ കൂടിയാണ് റോഡ് പോകുന്നത്. ആ റോഡ് മണ്ണ് ഇടിഞ്ഞ് വീണിട്ട് മാറ്റാൻ ടെൻഡർ വരിക. അപ്പം 4 മാസത്തിന് മുമ്പാണ് അദ്ദേഹത്തിനോട് മണ്ണ് ഈ മുരുക്ക് മാറ്റാൻ അറിയിച്ചത്. അപ്പം ഞാനും ഭാര്യയും മക്കളും കൂടി ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കും. എങ്ങനെ ഒരു പ്രത്യേക രീതി മധ്യസ്ഥ പ്രാർത്ഥന, ഇങ്ങനെ കുറേ പ്രാർത്ഥനകൾ ചെല്ലും. അപ്പം അന്ന് ഞങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ എമർജൻസി ആയ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുള്ളത്. യോഹന്നാന്റെ വിശേഷം 16:23-24 വചനങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്, സത്യസത്യമായി ഞങ്ങൾ പറയുന്ന എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന് വരെ ഞങ്ങൾ നാമത്തിലൊന്നും ചോദിച്ചിട്ടില്ല, ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും, അതുപോലെ നിങ്ങൾ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. ഈശോ സത്യം ചെയ്ത് നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ വചനം പറഞ്ഞ് ഞങ്ങൾ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കും. ഈ കാര്യം കൃത്യമായിട്ട് ആരുടെ അടുത്തുനിന്നാണ് സ്ഥലം വിട്ട് അല്ലെങ്കിൽ മുറുക്കാൻ അവധം കിട്ടുന്നത്, ആ മകൻ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥിക്കണം. ഇത് 3 പ്രാവശ്യം പ്രാർത്ഥിച്ച് കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടാൻ ഓർന്ന് നന്ദി പറഞ്ഞു ഉറക്കനെ സ്തുതിക്കും. കുറേ നേരം സ്തുതിച്ച് പ്രാർത്ഥിച്ച എല്ലാ കാര്യവും ഇന്നുവരെ സാധിച്ച് കിട്ടിയിട്ടുണ്ട്. അത് യാതൊരു സംശയവുമില്ല. 1-2 കാര്യം കിട്ടാതെ പോയിട്ടുണ്ട്. അത് എൻ്റെ പാപ
സംസാരം വയ്യപ്പോൾ പ്രാർത്ഥിച്ചതൊന്നും കേട്ടിട്ടുമില്ല. അതും എനിക്ക് നന്നായിട്ടറിയാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ 10 ദിവസം ഞങ്ങൾ തീരുമാനമെടുത്ത് ഈ ടെൻഡർ വരികയാണ്. അപ്പോൾ ടെൻഡറിന് ഒരു 4 ദിവസം മുമ്പ് ഉള്ള 10 ദിവസം 10 ദിവസം ഈ വചനം പറഞ്ഞ് വീട്ടിൽ സന്ധ്യയ്ക്കും രാവിലെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പോയി ചോദിക്കാം. അപ്പോൾ ചിലപ്പോൾ അദ്ദേഹം മുറിക്കാൻ സമ്മതിക്കാൻ പറയും എന്നുള്ള ബോധ്യത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അന്ന് 10 ദിവസം തികഞ്ഞതിൻ്റെ തലേ വൈകുന്നേരം കൽപ്പറ്റയിൽ ഒരു ചുഴലിക്കാറ്റ് വന്നു. ചുഴലിക്കാറ്റ് വന്നിട്ട് 4 നഷ്ടങ്ങളാണ് അവിടെ കൽപ്പറ്റയിലുണ്ടായത്. ഒന്ന്, കൽപ്പറ്റ ടൗണിലുണ്ടായിരുന്ന ഒരു തുണിക്കടയുടെ ബോർഡ്, ഇരുമ്പിന്റെ ബോർഡ് പറിച്ച് നടു റോഡിലിട്ട്. 2, ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ ബിൽഡിംഗ് ഉടമസ്ഥന്റെ വാട്ടർ ടാങ്കിന്റെ മുകളിൽ വെച്ചിരുന്ന ഷീറ്റ് പറപ്പിച്ച് കളഞ്ഞു. 3ാമത്തത്, ഞങ്ങളുടെ വീട് വാടകയ്ക്ക് ചെറിയ ഒരു ഓടിട്ട വീടായിരുന്നു, ഒരു കുഞ്ഞു വീടാണ്. ആ വീടിന്റെ മുകളിലേക്ക് അടുക്കളയുടെ ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് തേങ്ങ ഉണങ്ങി വീണ് അടുക്കള ഓട് വെട്ടി ഭാഗത്ത് വീഴാറുണ്ട്. 8 കൊല്ലം വാടക താമസിച്ച അതേ വീട്ടിൽ 3-4 പ്രാവശ്യമെങ്കിലും അങ്ങനെ ഓട് പൊട്ടി തേങ്ങയകത്ത് വീണിട്ടുണ്ട്. ആ തെങ്ങ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മറിച്ച് ബിൽഡിംഗ് ഓണറിന്റെ ഷീറ്റിട്ട ടാങ്കിന്റെ മുകളിൽ ഷീറ്റും പറിച്ചു കളഞ്ഞ് കൽപ്പറ്റ ടൗണിലെ ബോർഡും പറിച്ചു കളഞ്ഞ്. 4ാമത് സംഭവിച്ചത്, ഞാൻ ഏത് മുരുക്കാണോ ആ വ്യക്തിയോട് മാറ്റാൻ ആവശ്യപ്പെട്ടോ ആ മുരുക്ക് മാത്രം പറിച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 2 സംഭവം ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ടാണ് സംഭവിച്ചത്. ഞങ്ങൾ അവിടെ താമസിക്കുമ്പോൾ ഞങ്ങൾ വിചാരിക്കും തെങ്ങ വീണ് കഴിഞ്ഞാൽ ഞങ്ങൾ മൊത്തം പൊത്തിപ്പോവും, എല്ലാവരും മരിച്ചു പോകും. ആ തെങ്ങ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മറിച്ചു. കർത്താവിന്റെ ദൂതം വന്ന് തള്ളിയിട്ടാണെന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അത് കഴിഞ്ഞ് പിറ്റേന്ന് ഞാൻ ഈ വ്യക്തിനെ കണ്ട് സംസാരിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ്, അത് ഞാൻ ഇന്നലെ അറിഞ്ഞായിരുന്നു, പോയി നോക്കി, അതുകൊണ്ട് അത് മുറിച്ചു മാറ്റി മണ്ണടിച്ചു എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി ടെൻഡർ കിട്ടുന്നു. ടെൻഡർ ചെയ്തപ്പോൾ ടെൻഡർ എനിക്ക് കിട്ടി. അവിടെ നിന്ന് ഏതാണ്ട് എൻ്റെ പറമ്പ് ഒരാൾ പക്കത്തിൽ മണ്ണ് ഫില്ല് ചെയ്യാനുള്ള മുഴുവൻ മണ്ണും വഴിക്കടിക്കാനുള്ള മണ്ണും എല്ലാം കിട്ടി. എനിക്ക് ഇങ്ങോട്ട് മാറ്റുന്നതിന് BSNL മണ്ണ് മാറ്റാനാണ് കരാറ് തന്നേക്കണം. അതെൻ്റെ പറമ്പിലേക്ക് ഇടാൻ സൗകര്യത്തിനാണ്. ഇതെല്ലാം കഴിഞ്ഞ് 1,30,000 രൂപ കയ്യിലും കിട്ടി. പ്രൈസ് ദി ലോർഡ്. പിന്നീട് നമ്മൾ എന്നും സത്യസന്ധമായി ജീവിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ കാര്യങ്ങൾ ഇടപെടുന്ന എൻ്റെ ജീവിതം വളരെ വ്യക്തമായിട്ട്. കാരണം ഞാൻ ഈശോയെ അറിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു കഷ്ണം കമ്പി കുറച്ചിട്ടില്ല, 1 കിലോ സിമെന്റ് പോലും ഞാൻ അറിഞ്ഞ് ചെയ്തിട്ടില്ല ഇന്നുവരെ. അതുകൊണ്ട് എല്ലാം നേടാൻ വേണ്ടി പല അഴിമതികൾ ചെന്ന കാലത്ത് ഉയർച്ചയും വളർച്ചയുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് തകർച്ചകളും നഷ്ടങ്ങളുമായിരുന്നു. പിന്നീട് കാണുന്നത് വലിയ വലിയ അത്ഭുതങ്ങളാണ്. കാരണം പ്രാർത്ഥിക്കുന്ന എല്ലാം ദൈവം സഹായിച്ചു തരുന്നു. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ 17-18 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, നീതിമാന്റെ പ്രാർത്ഥന. ഏലിയ നമ്മെ പോലെ ഒരു മനുഷ്യനായിരുന്നു. അവൻ മഴ പെയ്യാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. 3 കൊല്ലവും 6 മാസം മഴ പെയ്തില്ല. വീണ്ടും അവൻ പ്രാർത്ഥിച്ചു, അപ്പോൾ ആകാശം മഴ പെയ്യുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തു എന്നാ പറയുന്നു. പിന്നീട് ഒരു വലിയ വർക്ക് ഡിപ്പാർട്ട്മെന്റിൽ ഞാനൊരു വളരെ ഒരു പ്രിയപ്പെട്ട വ്യക്തിയായി മാറി. ഞാൻ കൽപ്പറ്റ നഗരസഭയിൽ ചെയർമാനും ബന്ധപ്പെട്ടവരെല്ലാവരും പ്രധാന വർക്കുകൾ എന്നോട് നിർബന്ധിച്ചെടുക്കണമെന്ന് പറയും. അങ്ങനെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട റോഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 1.5 കിലോമീറ്റർ ടാറിങ്ങും കൽവെട്ടും വീതി കൂട്ടലും കൂടിയുള്ള വർക്കുകളാണ്. അപ്പോൾ മഴക്കാലമായി വരികയാണ്, മെയ് മാസമായി. അപ്പം മെയ് മാസമായപ്പോഴത്തേക്കും ഞായറാഴ്ച തീരാൻ പോണത് 4 ദിവസം കൂടി വർക്ക് ചെയ്യണ്ട. അപ്പോൾ സെക്രട്ടറിയും എഞ്ചിനീയറും പറഞ്ഞ്, ജോസഫ് എങ്ങനെയെങ്കിലും ഒന്ന് വർക്ക് തീർക്കണം, ഞായറാഴ്ച പണി മുടക്കരുത്. ഞാൻ സ്ഥിരം ഞായറാഴ്ച പണി എടുക്കില്ല എന്ന് അവർക്കറിയാം. കാരണം സാപത്ത് ആചരിക്കാത്തതിന് സമാധാനം കൊടുക്കില്ലെന്ന് എബ്രാഹിം ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ കൃത്യമായ സാപത്ത് ആചരിക്കുന്നവനെ, കൃത്യമായ ദൈവവചനം പാലിക്കുന്നവനെ പ്രാർത്ഥന കേൾക്കുള്ളൂ എന്ന് ദൈവവചനം പറയുന്നുണ്ട്. ഞാൻ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവാണ്. എന്ത് നഷ്ടം വന്നാലും എന്ത് ലാഭം കിട്ടാന്ന് വെച്ചാലും അതൊന്നും ഞാൻ എല്ലാം ഒഴിവാക്കും. അത് എനിക്ക് പ്രശ്നമില്ല. കർത്താവിനെ കൽപ്പന പാലിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം. അങ്ങനെ ഞായറാഴ്ച എടുക്കാതെ ഇരുന്നു. തിങ്കളാഴ്ച 21-ാം തീയതി മെയ് 1997 തിങ്കളാഴ്ച വർക്ക് തുടങ്ങി. ഉച്ചയായപ്പോഴേക്കും മഴ തുടങ്ങി. പക്ഷെ എൻ്റെ റോഡിന്റെ ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തും ഒരു 300 മീറ്റർ അപ്പുറത്തുമാണ് മഴ പെയ്യുന്നത്. ഉച്ച കഴിഞ്ഞപ്പോൾ ഈ റോഡിൽ മാത്രം മഴ പെയ്യുന്നില്ല. 2ാമത്തെ ദിവസവും ഇതുപോലെ തന്നെ. 3ാമത്തെ ദിവസമായപ്പോൾ ഞാൻ ഇങ്ങനെ ഈശോയോട് പറഞ്ഞു, കർത്താവേ, ഈ വയനാട്ടിൽ അപ്പുറത്തെ കുന്നേൽ മഴ പെയ്യുമ്പോൾ ഇപ്പുറത്ത് മഴ പെയ്യാതിരിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് വേണ്ടി മാത്രം മാറ്റി നിർത്തിയതാണെങ്കിൽ കർത്താവെ, അന്ന് ഈ വർക്ക് നാളെ ഉച്ച കഴിയുമ്പോൾ കഴിയും, അപ്പോൾ വരെ മഴ പെയ്യരുത്. മഴ കഴിഞ്ഞ ഉടനെ വലിയൊരു മഴ പെയ്യണം. അതിനുശേഷം 7 ദിവസത്തേക്ക് മഴ പെയ്യരുത്. കാരണം 21 ദിവസം താറെ മഴ പെയ്യാതെ വെയിലടിച്ച് ഉരിയാൽ നല്ല ബെസ്റ്റ് റോഡാവും. കാരണം അതിൽ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്താത്ത റോഡാണ്. പക്ഷെ മഴ പെയ്താൽ ചിലപ്പോൾ റോഡ് നാശമായി പോവും. മഴക്കാലമായി ജൂൺ മാസം ആ കൊല്ലം അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്ന 3ാമത്തെ ദിവസം ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും മഴ മറ്റ് സ്ഥലങ്ങളിൽ പതിവ് പോലെ തന്നെ വയനാട് മുഴുവൻ മഴ, ഈ റോഡിൽ മാത്രം മഴയില്ല.
അപ്പോൾ വണ്ടികളൊക്കെ ഷട്ടറിട്ട് നനഞ്ഞാ വരുന്നത്. മഴക്ക് ബൈക്കുകാർ കോട്ടൊക്കെ ഇട്ട് നനഞ്ഞാണ് ഞങ്ങളുടെ റോട്ടിലേക്ക് കയറി വരുന്നത്. അപ്പോൾ എന്നോട് ചോദിക്കും, ഇവിടെ മഴ പെയ്തില്ല, ഇവിടെ മഴ പെയ്തില്ല, എത്രയോ സമയം അവിടെയൊക്കെ മഴ പെയ്യണമെന്ന് എല്ലാവരും ചോദിക്കുന്നു. ഇങ്ങനെ തീർന്ന് ഒരു 3 മണിയായപ്പോഴേക്കും ആ വർക്ക് ഒന്ന് തീർന്നു. കോഴിക്കോടുള്ള സബ് കോൺട്രാക്ടറാണ് വർക്ക് എടുത്തിരുന്നത്. വർക്ക് അവരുടെ സാധനങ്ങളൊക്കെ കയറ്റി രണ്ടാമത്തെ ലോറി, അവരുടെ 2 ലോറിക്കാണ് സാധനം കയറ്റിയത്. ലോറി എൻ്റെ റോഡിൽ നിന്ന് ടയർ അങ്ങോട്ട് കഴിയലും ആകാശത്ത് നിന്ന് വലിയൊരു മഴയാണ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. മഴ പെയ്തിട്ട് ഞാൻ ആ റോട്ടിൽ നിന്ന് ഞങ്ങൾ കൈ വിരിച്ച് പിടിച്ച് ദൈവത്തെ സൂചിച്ചുകൊണ്ട് നനയായിരുന്നു. കാരണം ഞാൻ പ്രാർത്ഥിച്ചത് കഴിയുമ്പോൾ വലിയ മഴ പെയ്യണം, പിന്നെ 7 ദിവസത്തേക്ക് മഴ പെയ്യുന്നു. ഈ സമയത്ത് ഓടി വന്ന് തൊഴിലാളികൾ, മുസ്ലിം സഹോദരങ്ങൾ, അവർ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, കർത്താവ് തന്റെ കൂടെ, അല്ല അള്ളാഹു തന്റെ കൂടെയാണെന്നാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും മറന്നു പോയിട്ടില്ല. കുറെ തൊഴിലാളികൾ അവരിതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. കെട്ടിപ്പിടിച്ചിട്ട് അവർ പറയണത് അള്ളാഹു തന്റെ കൂടെയാണ്. ഇങ്ങനെ ജീവിതത്തിൽ അത്ഭുതങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. ജീവിതത്തിൽ പറയുകയാണെങ്കിൽ പിന്നീട് എൻ്റെ ആത്മീയ കാര്യങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ എന്തൊക്കെയാണ് ആത്മീയ മേഖലയിൽ എൻ്റെ പ്രവർത്തനങ്ങൾ. ഞാൻ ഈ കാലയളവിലും ഒക്കെ വളരെ അതായത് ഞാൻ ഈശോയെ അറിഞ്ഞ 87 ധ്യാനം കൂടുന്നത്, 88 ഞാൻ 2ാമത് ധ്യാനം കൂടുന്നത്, 90 മുതൽ ഞാൻ മാനന്തവാടി സിയോൺ ധ്യാനകേന്ദ്രത്തിൽ ചെറിയ ശുശ്രൂഷകൾ കാണുന്നു. ഞാൻ അനുഭവിച്ച സ്നേഹം മറ്റുള്ളവരോട് പറഞ്ഞ് എല്ലാ ധ്യാനത്തിനും 10 പേരെയും 15 പേരെയും ഞാൻ ധ്യാനത്തിന് കൊണ്ടുചെല്ലും. അങ്ങനെ കൊണ്ടുവന്ന് കുറെ കഴിഞ്ഞപ്പോൾ ഇന്നത്തെ തലശ്ശേരി ആർച്ച് ബിഷപ്പായിരിക്കണം ഞറലക്കാട്ട് പിതാവായിരുന്നു എൻ്റെ പാസ്റ്റർ അച്ഛൻ. അച്ഛൻ്റെ അടുത്ത് ഞാൻ ധ്യാനത്തിന് കൊണ്ടുവരുന്ന സീറ്റില്ലെങ്കിലും ഞങ്ങൾ പോരില്ല, ഈ ആൾക്കാരെ കയറ്റിയിട്ടേ പോരാൻ പറ്റുള്ളൂ എന്ന് പറയും. അങ്ങനെ ശുശ്രൂഷ ചെയ്ത് ഇന്ന് ഞാൻ ഒരു ഏറെ കാലങ്ങളായിട്ട് 14 വർഷമായിട്ട് ദമ്പതി കൂട്ടായ്മയുടെ പ്രവർത്തകനാണ് മാനന്തവാടി സിയോൺ ധ്യാനകേന്ദ്രത്തിൽ. എൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് പല പള്ളികളിലൂടെയും ധ്യാനത്തിനൊക്കെ പോകുന്നുണ്ട്. ഇതിനൊപ്പം എൻ്റെ ഭാര്യ ഉണ്ടാവും. ഈ മഴ പെയ്യാതിരിക്കാൻ സംഭവിച്ചതിൻ്റെ പിന്നിൽ എൻ്റെ ഭാര്യയുടെ വലിയൊരു പങ്കുണ്ട്. കാരണം ഭാര്യ രാവിലെ ഞാനും ഭാര്യയും കൂടി പണിക്ക് പോകാനായിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ, സൈറ്റിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ കൊന്ത ചൊല്ലി തെരുവെത്തിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങും. പിന്നെ ഭാര്യ ആ തെരി തരുമ്പോൾ അടുത്ത തെരി കത്തിക്കും. അങ്ങനെ കെടാതെ അടുത്ത തെരി കത്തിക്കുമ്പോൾ ഓരോ സമയത്തും പോയി കൊന്ത ചൊല്ലി രഹസ്യം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. വൈകുന്നേരം ഞാൻ വരുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചിട്ട് ആ തെരി ഊതുന്നത്. ഇങ്ങനെയുള്ള ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കരമായ പ്രത്യേക ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ സുവിശേഷ പ്രവർത്തനങ്ങളുമായിട്ടും ഇതോടൊപ്പം വൈകുന്നേരങ്ങളിൽ ഞാനും ഭാര്യയും കൂടി ദമ്പതി കൂട്ടായ്മ പ്രവർത്തനങ്ങളുമായി പല പള്ളികളിലൂടെയും ഞാൻ കടന്നു പോകാറുണ്ട്. അങ്ങനെ മാനന്തവാടി സോണിലെ ഒത്തിരി ഇടവകളിൽ ദമ്പതി കൂട്ടായ്മ ഉണ്ടാക്കാനുണ്ട്. കാരണം അവരെ ഫോളോ അപ്പ് കൊടുക്കുന്നു, ക്ലാസ് കൊടുക്കുന്നു, വൺ ഡേ ധ്യാനം നടത്തുന്നു. ഇങ്ങനെ നടത്തി മാനന്തവാടി ലെവലിൽ ഒത്തിരി പേരുന്ന ദമ്പതി കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളിൽ നല്ല കപ്പിൾസായി വളർന്നു വരാനിടയായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു കുടുംബവർഷം പ്രമാണിച്ച് നടവേൽ എന്ന് പറഞ്ഞ ഇടവേൽ സ്ഥിരമായി എല്ലാ ഞായറാഴ്ചയും വാർഡ് തലത്തിൽ ക്ലാസ് കൊടുക്കാനായിട്ടുണ്ട്. അങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ആത്മീയ സുഹൃത്തും കൂടി കൊന്തയും ചൊല്ലി പോകുമ്പോഴാണ് എൻ്റെ ബൈക്കിന് പെട്ടെന്നൊരു പട്ടി വട്ടം ചാടുന്നു. ബൈക്കിന് പട്ടി വട്ടം ചാടി ബൈക്ക് വീണു. എൻ്റെ പ്ലീഹ തരാറായി, കുടലുകളൊക്കെ മുറിഞ്ഞ്. ഇതൊന്നും അറിയണില്ല, പുറത്ത് പാടലൊന്നുമില്ല. ഹാൻഡിൽ കൊണ്ട് ജ്യൂസ് അടിച്ച മരയിപ്പോയി. ഹോസ്പിറ്റലിൽ എത്തണവരെയും ബോധമുണ്ട്, പിന്നെ ഇല്ല. പക്ഷേ ഡോക്ടർ നോക്കിയപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് ഈ സെബാസ്റ്റ്യൻ ഡോക്ടർ തന്നെയാണ് എന്നെ രക്ഷിക്കാൻ മനധൈര്യം കാണിച്ചത്. അല്ലെങ്കിൽ ഞാനൊന്നും ഉണ്ടാകില്ല. കാരണം അവിടെ ഓപ്പറേഷൻ ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ല. പക്ഷെ എവിടെയാണ് പറ്റിയേക്കണമെന്ന് അറിയില്ല. ഏതായാലും അദ്ദേഹം എനിക്ക് ബോധം പോയതിനല്ലേ ഓപ്പറേഷൻ ചെയ്തപ്പോൾ പ്ലീഹ ഡാമേജ് ആണ്. അത് ഇട്ട് നിർത്തി 4 മണിക്കൂറുണ്ടാകും ഓപ്പറേഷൻ കഴിഞ്ഞത്. പക്ഷേ അന്നേരം ഭാര്യയോട് പറഞ്ഞ്, നീ പ്രാർത്ഥിച്ചോ, ഒരു ഓപ്പറേഷൻ അല്ലായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. വീണ്ടും 4 മണിക്കൂറിന് ശേഷം അത് ഫെയിലായി. പിന്നീടും 4.5 മണിക്കൂറിന് വീണ്ടും ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ പ്ലീഹ എടുത്തു കളഞ്ഞു. ഇപ്പൊ ഒരു അവയവം എനിക്കില്ല. പക്ഷെ എന്റെ ശരീരത്തിന് യാതൊരു മറ്റൊരു കുഴപ്പങ്ങളോ ഇല്ല. കുടലുകളൊക്കെ കുറെ നീളം കുറഞ്ഞ്, കാരണം മുറിഞ്ഞു പോയതൊക്കെ മുറിച്ചു കളഞ്ഞ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ പറയുമ്പോൾ കർത്താവ് എനിക്ക് തന്നൊരു അനുഗ്രഹമാണെന്ന് അറിയാം. കാരണം ആ സമയത്ത് എൻ്റെ ആത്മീയ സുഹൃത്തുക്കൾ അറിഞ്ഞവരെല്ലാം ഓടിയെത്തി ഫാത്തിമ ഹോസ്പിറ്റലിൽ നിറച്ച് ആൾക്കാരിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഡോക്ടർ പറഞ്ഞു 36 മണിക്കൂർ കഴിയാതെ ഒരു ഗ്യാരണ്ടി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരായ ആത്മീയ സുഹൃത്തുക്കൾ വരെയും ലീവ് എടുത്തിരുന്ന് മാറി മാറി ഷിഫ്റ്റായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് കർത്താവിന്റെ വേലയിലായിരിക്കാൻ കർത്താവിനെ സഹായിക്കുന്നത്. അങ്ങോട്ട് നോക്കുമ്പോൾ കർത്താവിന്റെ ദൈവത്തിന്റെ വചന ഇപ്രകാരം പറയുന്നുണ്ട്. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 14-ാം വചനം പറയുന്നുണ്ട്, കർത്താവിന്റെ വേല ശുശ്രൂഷ ചെയ്യുന്നവന് പ്രതിഫലം ലഭിക്കും. കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവന് പ്രതിഫലം ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ കർത്താവിന്റെ വേല ശുശ്രൂഷ. അപ്പൊ ഇത് ഞാൻ ഈ കാലങ്ങളിലായിട്ട് പ്രതിഫല ഇച്ഛയില്ലാതെ രാത്രിയും പകലും ഞാനും ഭാര്യ ഒന്നിച്ചാണ് ഏതാണ്ടൊരു 5-8 കൊല്ലക്കാലം ഞാനും ഭാര്യ ഒന്നിച്ചാണ് ആഴ്ചയിൽ 3 ദിവസമെങ്കിലും വൈകുന്നേരങ്ങളിൽ ഓരോ പള്ളിയിൽ പോയിരുന്നു. ഇങ്ങനെ കടന്നു പോകുമ്പോഴൊക്കെ ഞങ്ങളുടെ മക്കളെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മലയാള സ്കൂളിലാണ് പഠിപ്പിച്ചത്. തൊട്ടടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. പിന്നീട് അവരെ ഒരു എയ്ഡഡ് സ്കൂളിലേക്ക്, എയ്ഡഡ് എന്ന് പറഞ്ഞാൽ കോൺവെന്റ് സ്കൂളിൽ, മലയാള സ്കൂളിൽ തന്നെ പെൺകുട്ടികളെ മാറ്റി മോൻ അവിടെ തന്നെ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങി.
ഈ മക്കളൊക്കെ സാമ്പത്തികമായിട്ട് ഒരു ഫീസ് കൊടുക്കാൻ 75 രൂപ ഫീസ് കൊടുക്കാനില്ലാന്നുകൊണ്ടാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് 2ാം ക്ലാസ്സിൽ മോനെ മലയാള സ്കൂളിലേക്ക് മാറ്റിയത്. ഈ മക്കളൊക്കെ പഠിച്ച് ഇന്ന് മൂത്ത മോള് ഇപ്പോൾ റിസൈൻ ചെയ്തു. 3.5 കൊല്ലം എഞ്ചിനീയറിംഗ് കോളേജിൽ തൊടുപുഴ അൽ-അസർ എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യായിരുന്നു. അവളെ ഭർത്താവ് മഹാരാജ് കോളേജ്, എറണാകുളം മഹാരാജ് കോളേജ് ഗവൺമെന്റ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അവർക്ക് കുട്ടിയുണ്ട്. 2ാമത്തെ മോള് ചാലക്കുടിയിൽ ഒരു പ്രൈവറ്റ് കോളേജിൽ ലെക്ചറായിട്ട് പഠിപ്പിക്കുന്നു. മോൻ മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് ടോളൻസ് ടയർ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അത്ഭുതം. കാരണം ഞാൻ ഇവരെ പഠിപ്പിക്കാൻ ഈ കാര്യമായിട്ട് പൈസയൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും അവർ ദൈവം പഠിപ്പിച്ചു, ഇവിടെ എത്തിച്ചു എന്ന് എനിക്ക് പറയാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. കാരണം ഇവരെ പഠിത്തം കഴിഞ്ഞിറങ്ങിയിട്ട് ഒരാഴ്ച പോലും 3 പേർക്കും നിൽക്കേണ്ടി വന്നില്ല. ജോലി അന്വേഷിച്ചു പോയില്ല. ജോലി വന്ന് വിളിച്ച് ഇവരെ ജോലി കൊണ്ട് ചേർക്കയത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവത്തിന്റെ വേലയിലായിരിക്കുന്നവനെ ദൈവം വാഗ്ദാനം ചെയ്ത പ്രതിഫലം എന്റെ ജീവിതത്തിൽ അനവർത്ഥമായി കഴിഞ്ഞു. ഇന്ന് ഞാൻ കർത്താവിന് വേണ്ടി ഓടുന്നതൊക്കെ എനിക്ക് ഈശോ ചെയ്ത അത്ഭുതങ്ങൾ വർണ്ണിക്കാൻ പറ്റില്ല. കാരണം ഇന്ന് ഒരു 15 കൊല്ലക്കാലം ഈ ഭൂമിയിൽ സ്വന്തം എന്ന് പറയുന്ന ഭൂമിയിലായിരുന്നു എനിക്ക്. ഇന്ന് 3 സ്ഥലത്തായിട്ട് സ്ഥലമുണ്ട്. ഞാനൊന്നും മേടിക്കാൻ പോയല്ലോ, എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഏൽപ്പിച്ചാണ്. ഇന്ന് സ്വന്തമായിട്ട് ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ വലിയ വീടായിട്ട് ഞങ്ങൾ ഉണ്ടാക്കി, നീളം കൂടി. അതിൽ ഒരു പോർഷൻ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു 5000 രൂപ വാടക കിട്ടുന്ന എൻ്റെ ഒരു സഹോദരനെ പോലെ ഉള്ള ഒരാളാണ് അവിടെ വന്ന് പെട്ടേക്കണത്. നല്ലൊരു വ്യക്തിയാണ്. ഇപ്പൊ ഞാൻ അതിനായിട്ട് കൂടാതെ അപ്സർ അടയ്ക്കണം. കാരണം എൻ്റെ ആത്മീയ ശുശ്രൂഷ വർദ്ധിക്കുന്നതനുസരിച്ച് എനിക്ക് വർക്കിൽ നിന്ന് ഞാൻ ഞാൻ പ്രൈവറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആത്മീയ ശുശ്രൂഷ വർദ്ധിക്കുന്നതനുസരിച്ച് എനിക്ക് പ്രൈവറ്റ് ജോലികളിൽ നിന്ന് വിരമിക്കാൻ ആഗ്രഹം കൊണ്ട് ജോലികൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ മക്കളുടെ ജോലിയുടെ സൗകര്യാർത്ഥം കറുകുറ്റി എന്ന സ്ഥലത്ത് അങ്കമാലിയടുത്തേക്ക് ഞങ്ങൾ താമസം മാറ്റി. ഞാനിപ്പോൾ വർക്കുകൾ തീരാൻ വേണ്ടി കൽപ്പറ്റയിൽ തന്നെ നിൽക്കുകയാണ്. വർക്ക് തീരുന്ന മുറയ്ക്ക് മാനന്തവാടിയിലെ ശുശ്രൂഷകൾ തീർന്ന് എറണാകുളം രൂപതയിലെ ശുശ്രൂഷകൾക്കായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ കടന്നു പോവുകയാണ് ഇപ്പോഴുള്ള ജീവിതം. കാരണം കർത്താവിന്റെ വചനം പറയുന്നത് തോബിന്റെ പുസ്തകം 4:21 പറയുകയാണ്, മകനെ, നമ്മൾ ദരിദ്രരായി നിനക്ക് ആദ്യം വേണ്ട, നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ദൈവത്തെ പ്രീതികരമായത് പ്രവർത്തിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. തോബിന്റെ 4:21 പറയുന്നു, മകനെ, നമ്മൾ ദരിദ്രരായി നിനക്ക് ആദ്യം വേണ്ട, നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ദൈവത്തിന് പ്രീതികരമായത് പ്രവർത്തിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. ദൈവത്തിന്റെ വാക്ക് ഒരിക്കലും മാറാത്താണ്. ആകാശം ഭൂമിയും കടന്നുപോയാൽ എന്റെ വാക്കുകൾ കടന്നുപോയില്ല എന്ന് യേശുനാഥൻ പറഞ്ഞെങ്കിൽ അത് സത്യമായിട്ട് നിറവേറുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതേപോലെ അനുസരിക്കുന്ന ഞങ്ങളുടെ കൂട്ടായ്മയുള്ള പലരുടെയും ജീവിതത്തിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മാനന്തവാടി സോണിന്റെ ശുശ്രൂഷകരെ കുറെ ശുശ്രൂഷ ഉണ്ടാകാൻ വേണ്ടി അതിനൊരു ശുശ്രൂഷകരെ ഒരുക്കുന്ന ഒരു ശുശ്രൂഷയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കുറെ പേരെ എടുത്ത് അവർ ദൈവവചനം പഠിപ്പിക്കുകയും, കാരണം ഞാൻ ബൈബിൾ കോഴ്സിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്, തലശ്ശേരി രൂപതയിലെ ബൈബിൾ കോഴ്സിൽ പഠിച്ചത്. അതുകൊണ്ട് അവരെ അത് പഠിപ്പിച്ച് ഒരു ശുശ്രൂഷ ഉണ്ടാകുന്ന ശുശ്രൂഷ രംഗത്താണ് ഇപ്പം ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒപ്പം ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ 14 വർഷമായിട്ട് വിജാതീയരായ ആൾക്കാരുടെ ഇടയിൽ ഞാൻ വൈകുന്നേരങ്ങളിൽ ഓരോ വീടുകളിൽ ഇങ്ങനെ കയറി പോവും, പരിചയപ്പെടുന്ന ഇവിടെ ടച്ച് ചെയ്യും. അവരെ പല സ്ഥലങ്ങളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും പാവപ്പെട്ടവരൊക്കെ ആൾക്കാരുണ്ട്. അവരെ പലരുമൊക്കെ ധ്യാനം കൂടി യേശുവിനെ കണ്ടെത്തിയപ്പോൾ അവർക്ക് വേണ്ടി ഒരു വീട്ടിൽ ഇടവേള വിചാരിച്ചിന് അനുഭവത്തോട് 14 വർഷമായിട്ട് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്. അതിലൂടെ കുറേ പേര് വന്ന് പ്രാർത്ഥിച്ചു വന്നു. ഇന്ന് ചിലരൊക്കെ അവർ നിർബന്ധത്താലെ ഇന്ന് 51 പേര് വിശ്വാസികളായി മാറി. ഇന്ന് കത്തോലിക്ക സഭയിലെ അംഗങ്ങളായി മാറിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഇങ്ങനെ ദൈവത്തിന്റെ വാക്കുകൾ, ദൈവത്തിന് നന്ദി പറയാൻ വാക്കുകൾ പോരാ. ഇത് ഒരു അനുഭവമാണ്. കാരണം കർത്താവിൽ ആശ്രയിക്കുന്ന ഒരാശനാകുകയില്ല, നീതിമാന്റെ മക്കൾ അപ്പത്തിന് വേണ്ടി കൈയിട്ടേയില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം, നമുക്ക് എഴുന്നേക്കാം. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ആളുകൾ സാമ്പത്തിക കടബാധയായിട്ട് ഒത്തിരി പേരാണ് ബന്ധപ്പെടുന്നത്. ചിലരെയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ, നാട്ടിൽ പോകാൻ പറ്റാത്തവരെ ഞങ്ങളുടെ വീട്ടിൽ താമസിപ്പിച്ച്, പലരെയൊക്കെ കുറേ നാളുകൾ താമസിപ്പിച്ച് അവരെ ഒരു ദൈവാനുഭവത്തിലേക്ക് എത്തിച്ച് അവരൊക്കെ ദൈവം വഴിയോർത്ത് ഇന്ന് ഒന്നുമില്ലാതെ വന്ന പലരുമൊക്കെ ഇന്ന് വലിയ കാശുകാരും കോടീശ്വരന്മാരും ഒക്കെയാണെന്ന്. കാരണം ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് ചെയ്താൽ, സത്യം പ്രവർത്തിച്ചാൽ അനുഗ്രഹം ഉണ്ടാവും. എല്ലാ കാര്യം സത്യം പ്രവർത്തിക്കണം. അതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാവരും സത്യസന്ധരായി ജീവിക്കണമെന്ന് എൻ്റെ പ്രാർത്ഥന. നമുക്കിത് പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കരങ്ങളെ കൂപ്പാം, കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, അങ്ങ് സന്നിധിയിലേക്ക് ഇവിടെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും ദർശനത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, കർത്താവേ, അങ്ങ് തിരുവനന്തപുരത്തിൽ പ്രകാരം പറയുന്നുണ്ടല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നരുളി ചെയ്ത ഈശോയെ, നിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചുകൊണ്ട്
ഇപ്പോൾ ഈ ദാസൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആകുലതയായി കടബാധ്യതയിൽ വിഷമിക്കുന്ന എല്ലാവരെയും പ്രത്യേകം സമർപ്പിക്കുന്നു. നിരാശ കഴിയുന്നവരെ, കുടുംബ പ്രശ്നങ്ങളിൽ കഴിയുന്നവരെയൊക്കെ പ്രത്യേകം സമർപ്പിക്കുന്നു. ലഹരികൾക്ക് അടിമയായവരെ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങന്ന് കടന്നു വരണം. കർത്താവെ, നിന്റെ വാക്കുകൾ, നിന്റെ ആകാശഭൂമി കടന്ന് മാറിപ്പോയാലും എൻ്റെ വാക്ക് മാറിപ്പോയാലും എന്ന വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ഈ വചനത്തിൽ വിശ്വസിച്ച് ജീവിക്കാൻ വേണ്ട കൃപ കർത്താവർക്ക് നൽകണമേ. കടബാധ്യത കഴിയുന്നവരെ കർത്താവ് സ്പർശിക്കണമേ. നീ അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ വചനം പാലിച്ചാലേ ഞാൻ അവനെ അനുഗ്രഹിക്കുമെന്ന് അങ്ങ് പറയുന്നല്ലോ. ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദ്യം വേണ്ട ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും പാവത്തിൽ ഒഴിഞ്ഞിരിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് വരുമെന്ന് അറിയിച്ചിട്ടുണ്ടല്ലോ ഈശോയെ. നീയാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ സമ്പത്തായി ഞങ്ങളുടെ ജീവിതത്തിൽ മാറിയാൽ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് വചനം ഓർക്കുന്നു. രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്നറിയിച്ചത് ഈശോയെ. നിന്റെ രാജ്യത്തെ വിശ്രതിക്ക് വേണ്ടി പരിശ്രമിച്ച് അധ്വാനിക്കുവാൻ ഈ കൂട്ടായ്മയിൽ നിന്നും എന്നെ സഭിക്കുന്ന ഓരോ വ്യക്തിയിൽ നിന്നും ധാരാളം പേരുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നേർന്ന് അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.